ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സൂസൻ പണിക്കർ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ലോർഡ്, കൃപയാൽ സന്തോഷം. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ അടിയനും കർത്താവേ, പ്രിയ കർത്താവിൻ്റെ ദാസിയുമായി കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ഹല്ലേലൂയ സാന്നിധ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അനുഭവത്തെ ഷെയർ ചെയ്യുവാൻ അങ്ങ് സഹായിച്ചാട്ട് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസി കുടുംബമായിട്ടാണല്ലോ അവിടെ ആയിരിക്കുന്നത്? അതെ, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിൽ ആയിരിക്കുക. സ്തോത്രം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവങ്ങളെ ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ. എൻ്റെ പ്രാണന് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്തത് ഞാൻ വിവരിക്കാം. കർത്താവിൻ്റെ സാക്ഷിയായിരിക്കുവാൻ സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രത്യേകാൽ ജോയ്സ് ടി വിയിൽ എന്നെ ഇതിനായി ക്ഷണിച്ച പ്രിയ റീച്ചൽ ആൻറ്റിക്കും കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം കർത്താവിനെ അറിഞ്ഞത് നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാനും കർത്താവിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങാമല്ലോ എൻ്റെ അനുഭവങ്ങളും എൻ്റെ ജീവിത സാക്ഷ്യം, അതായത് അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. സൂസൻ എന്ന പേര് എനിക്ക് തന്നത് എൻ്റെ ഒരു ആത്മീയ പിതാവായ പാസ്റ്റർ TS മാത്യു ആണ് എനിക്ക് ഈ പേരിട്ടത്. എൻ്റെ ഒഫീഷ്യൽ പേര് ശിവകുമാരി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ കുടുംബ വീട്. എൻ്റെ അച്ഛൻ്റെ വീട് കേശവദാസപുരം. പക്ഷെ ഞാൻ വളർന്നത് മുട്ടട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മുട്ടട സ്കൂളിൽ, അവിടുത്തെ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ എൻ്റെ അതായത് 8 തൊട്ട് 10 വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മാർവാനിസ് കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പൂനെക്ക് സത്താറയിൽ നേഴ്സിംഗ് കഴിഞ്ഞ് പല രാജ്യങ്ങളിൽ കർത്താവ് കൊണ്ടുപോകാൻ എന്നെ അനുവദിച്ചു. സ്തോത്രം. കല്യാണം കഴിഞ്ഞു. എനിക്ക് ഭർത്താവും 2 ആൺപൈതങ്ങളുമുണ്ട്. ഹസ്ബൻഡ് IPCയിലെ ഒരു ഓർഡിനേഷൻ കിട്ടിയ ഒരു പാസ്റ്ററും ദൈവസഭയും ആയിട്ടും അതുപോലെ ജോലി. ഇപ്പോൾ സഭാ ശുശ്രൂഷയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ കർത്താവ് എൻ്റെ ഹിതം പൊതു ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പിന്നെ മക്കൾ 2 ആൺകുട്ടികൾ. മൂത്ത കുഞ്ഞ് കല്യാണം കഴിഞ്ഞു. അവന് 2 കുഞ്ഞുങ്ങളുണ്ട്. 4 വയസ്സും 4 മാസമായ ഒരു കുഞ്ഞും. പിന്നെ രണ്ടാമത്തവൻ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 പേരും കൃപയാൽ സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഞാൻ രജിസ്റ്റേർഡ് മാസ്റ്റേഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് കഴിഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. എൻ്റെ ഹസ്ബൻഡ് അതുപോലെ ബോംബെയിലാണ് പഠിച്ചു വളർന്നത്. ചെമ്പൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹവും BCom MBA ഒക്കെ കഴിഞ്ഞിട്ട് കൃപയാൽ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവവേലയും ചെയ്യുന്നു. ഞങ്ങൾ കൃപയാലായിരിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം കർത്താവിനെ കുറിച്ചുള്ളത് പറഞ്ഞാൽ, എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ അറിയുവാൻ, സ്നേഹിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. എൻ്റെ അമ്മയാണ് ആദ്യം ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നത്. എൻ്റെ അച്ഛന് ഒരു മജിസ്ട്രേറ്റ് കോർട്ടിലെ ബെഞ്ച് ക്ലർക്കായിരുന്നു. അമ്മ ചമ്രതി സ്കൂളിലെ ടീച്ചറും. ഒരു ഇടത്തരം കുടുംബ ടീച്ചറാണെങ്കിലും ഒരു 3 മക്കളായി കഴിഞ്ഞപ്പം
അച്ഛൻ ജോലിക്ക് വിട്ടില്ല. അതിന്റെ സങ്കടം ഇപ്പോഴും അമ്മ പറയാറുണ്ട്. അമ്മയ്ക്ക് 86 87 വയസ്സുണ്ട്, എങ്കിലും ആ സങ്കടം ഇപ്പോഴും പറയാറുണ്ട്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് വളരെ ഒരു ജാതിയിലുള്ളവനാണെന്ന് പറഞ്ഞാലും വളരെ നീതിയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ ആ ഭവനത്തിൽ പ്രത്യേക പൂജാമുറി ദൈവത്തിനുണ്ടായിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു വൈദ്യരുടെ മകളായതുകൊണ്ട് ഈ വൈദ്യന്മാരുടെ വീട്ടിൽ പ്രത്യേകം ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഇല തൊടണമെങ്കിലും തൊട്ട് തൊഴുത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു എന്തുവാ പറയണേ ചട്ടങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടെ. ഞാന് ആണ് മൂത്ത മകളായത് കാരണം ഞാനാണ് ഈ പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കത്തിക്കേണ്ടതും തിരിയിടേണ്ടതും എണ്ണ ഒഴിക്കേണ്ടതും അതായത് മാല കോർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ സ്കൂളിൽ കുഞ്ഞിലേ തൊട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട്. വരുമ്പോഴത്തേന് ഇതെല്ലാം ചെയ്യണം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ 4 സൈഡും അതായത് വീട് തൂത്തുവാരി തുടച്ച് പൂജാമുറി രാവിലെയും വൈകുന്നേരവും മാത്രമേ തിരികെത്തിക്കാനായിട്ട് കയറത്തുള്ളൂ. അത് അടച്ചിട്ടിരിക്കും. അവിടെ ദേവന്മാരും ദേവികളും എല്ലാവരും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വിളക്ക് കത്തിക്കണം. അതെല്ലാം ഞാൻ വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാല്യമായിരുന്നു എൻ്റെത്. എന്നാൽ എൻ്റെ അമ്മയും അതുപോലെ. ഞങ്ങളുടെ വീട്ടിൽ ഈ മകരവിളക്കൊക്കെ വരുമ്പം 21 വ്രതമൊക്കെ ഭയങ്കരമാണ്. അതായത് മീനോ അങ്ങനെയുള്ള ഒന്നും കഴിക്കത്തൊന്നുമില്ല. ഭയങ്കര ശുദ്ധി വൃത്തി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ദൈവത്തെ ആനയിക്കാനായിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേന് ഒരുങ്ങക്കവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിത രീതിയിൽ വന്നുകൊണ്ടിരിക്കലേ ഞങ്ങളുടെ അടുത്ത് ഒരു കുവൈറ്റിലൊരു മമ്മി വന്നു. മമ്മി എപ്പോഴും എൻ്റെ അമ്മയെടുത്ത് വന്നിട്ട് പറയും, വിമല എന്ന എൻ്റെ അമ്മയുടെ പേര്. വിമല വെള്ളയിട്ട് ബൈബിളും പിടിച്ച് നിൽക്കുന്ന കാഴ്ച എപ്പോഴും എന്നെ ദൈവം കാണിച്ചെന്ന്. ആ മമ്മിയാണെങ്കിൽ ഒരു മർത്തോമ കുടുംബത്തിലെയാ. സ്തോത്രം. മർത്തോമ കുടുംബത്തിലെ ആണെങ്കിലും മമ്മി നല്ല വെളിച്ചമുള്ള ഒരു മമ്മിയായിരുന്നു. എപ്പോഴും വന്നിട്ട് പറയും, മോനെ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. യേശു എല്ലാ ദൈവങ്ങളെ പോലെ ഒരു ദൈവം, ഇത്രയും നമുക്കറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കയിലെ എൻ്റെ അച്ഛന് ട്രാൻസ്ഫറായി പെരുമ്പാവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പം എൻ്റെ അമ്മ ഒറ്റയ്ക്കായി. മക്കളും ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ഒരു പെണ്ണുണ്ടായിരുന്നു, അവളും കൂടി മാത്രം. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പം എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി. എല്ലാരും നോക്കിയിട്ട് പറഞ്ഞ്, വിമലയ്ക്ക് ഒരു കുഴപ്പവുമില്ല, അത് തോന്നലായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് നെഞ്ചുവേദന നിൽക്കാൻ വയ്യാത്ത വിധത്തിലായി കഴിഞ്ഞപ്പം ഒരു ദിവസം അമ്മ എടുത്ത് ഈ മമ്മി പറഞ്ഞ്, ഇനി നെഞ്ചുവേദന വരുമ്പം എന്ത് ചെയ്യണം, മുട്ടുമേ നിന്നിട്ട് യേശുവേന്ന് വിളിച്ച് കരയാൻ പറഞ്ഞു. അപ്പം അമ്മ പറയുന്നത്, യേശുവേന്ന് വിളിച്ച് ഈ പെണ്ണിന്റെ അടുത്ത്, ഈ ജോലിക്ക് ഇരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ ഇച്ചിരി മണ്ണ് വറുത്തോണ്ട് വാ, എനിക്ക് കിഴികെട്ടി നെഞ്ചി പിടിക്കണം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോകും എന്നുള്ള വെപ്രാളത്തിൽ ഇവളടുത്ത് പറയാൻ അങ്ങോട്ട് പോയി. അമ്മ മുട്ടുമേ നിന്നിട്ട് ഈ മമ്മി പറഞ്ഞതുപോലെ മുട്ടുമേ നിന്ന് കരയാൻ തുടങ്ങി. ഞാനും അന്ന് ഞാനും അമ്മയുടെ കൂടെ കിടക്കുന്ന എന്നെ തട്ടിയാണ്, മോളെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്ന പരവേശമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാനും മിണ്ടാതെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ കിഴി കെട്ടി കൊടുക്കും, ഇങ്ങനെയൊക്കെ വെച്ചു കൊടുക്കും. ഒരു ദിവസം ഇതുപോലെ കിഴി കെട്ടാനായിട്ട് പോയപ്പോ അമ്മ മുട്ടുമേയിരുന്നു യേശുവേന്നും പറഞ്ഞു വാ വിട്ടും നിലവിളിച്ചപ്പോൾ അമ്മയുടെ അനുഭവം, കർത്താവ് ആ റൂമിൽ ഇറങ്ങി വന്ന് അമ്മയ്ക്ക് രോഗസൗഖ്യം. ഇങ്ങനെ അമ്മ പറയുന്നത്, ജസ്റ്റ് തൊട്ടിട്ട് നിനക്ക് രോഗസൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ ഇതാരാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം കർത്താവ് ഇറങ്ങിപ്പോകുന്ന കാഴ്ച അമ്മ കണ്ടു എന്നാണ് അമ്മയുടെ സാക്ഷ്യം. അതിനുശേഷം അമ്മ യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. കാര്യം യേശു രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോഴത്തേന് ഈ മമ്മിയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ മമ്മി കൂടുതൽ ബൈബിള് കൊടുത്തു, വചനം ധ്യാനിക്കാൻ തുടങ്ങി. അമ്മയുടെ സാക്ഷ്യം പറഞ്ഞാൽ അമ്മ പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ വചനം എഴുതി കാണിക്കും. ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞതാണ്, നീ സ്നാനപ്പെടുക എന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൊ ചോദിച്ചു, എന്തുവാ ഈ സ്നാനമെന്ന് അറിയത്തില്ല, എന്തുവാ സ്നാനമെന്ന്. അപ്പം ഈ മമ്മിയുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താ മമ്മി ഈ സ്നാനം? അപ്പൊ മമ്മി മർത്തോമക്കാരിയല്ലയോ, മമ്മി പറഞ്ഞു, അത് ഈ വിമല ഈ ബെന്തക്കോസുകാരായി സ്നാനപ്പെടുത്തുന്നവര് ഞങ്ങള് കുഞ്ഞിലെ സ്നാനപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. വിമലക്ക് ചിലപ്പോ ഇത് വേണമായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് ദൈവം അങ്ങനെ കാണിച്ചു തന്നെ. അങ്ങനെ നിൽക്കല് അമ്മ അന്ന് തൊട്ട് ഈ ഇത് ആരായി. അപ്പൊ വെള്ളയും ഇട്ടുകൊണ്ട് ബസ് സ്റ്റോപ്പില് ഈ TPM ഒരു മൂന്ന് മദേഴ്സ് അവിടെ നിൽക്കുന്ന കണ്ടപ്പോ അവരെടുത്ത് എന്നിട്ട് അമ്മ ചോദിച്ചു, ഈ സ്നാനം എന്തുവാ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ചോദിച്ചു, എന്താ ചോദിക്കാൻ കാര്യം? ഞാൻ ഇങ്ങനെ കേട്ട് അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ പറയണ്ട,
ഈ TPM അമ്മച്ചിമാര് ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി അങ്ങോട്ട് തുടങ്ങി. അച്ഛൻ അങ്ങോട്ട് ഓഫീസിൽ പോവും, 8 മണി 9 മണിയാകുമ്പം ഇവരിഞ്ഞ് കയറി വരും. നേരം വെളുത്ത ഇരുട്ടണ വരെയും പ്രാർത്ഥനയും. അമ്മ ഇതിലങ്ങായി. അപ്പോഴേ എൻ്റെ അടുത്ത് എനിക്കങ്ങ് ദേഷ്യം തുടങ്ങി. കാര്യം എന്താന്ന് വെച്ചാൽ പൂജാമുറിയിൽ കരിന്തിരി തുടങ്ങി. കാര്യം എനിക്ക് വേണമെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കണം. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് വചനങ്ങൾ കാണിച്ചു തരാൻ തുടങ്ങി. ഈ മദേഴ്സ് അതിന്റെ ആൾക്കാരെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും 4-ാം അധ്യായം 16-19 ആവർത്തന പുസ്തകം 4-16 വചനം തൊട്ട് 19 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന പക്ഷിയുടെ സാദൃശ്യമോ, ഇങ്ങനെയുള്ള യാതൊന്നിനെയും നമസ്കരിക്കരുത്. അപ്പൊ ഞാൻ നോക്കുമ്പം ഈ കാവുകളിലൊക്കെ എന്താ ഇരിക്കുന്നേ? ഞാൻ നോക്കിയപ്പം മൃഗജാതി, ഇഴജാതി ഇതിനെയൊക്കെ വെച്ച് ആരാധിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ എന്നോട് എൻ്റെ കൊച്ചു മനസ്സിൽ ഞാൻ എന്തോ ചെയ്ത്, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാൻ അങ്ങോട്ട് പൂജാമുറി കയറത്തില്ല, വിളക്കും കത്തിക്കത്തില്ല. ആകെ അപ്പൊ അച്ഛൻ വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു കൊടുക്കും, ദേ ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ ഭയങ്കര വഴക്കാവുമ്പോ ഞാനാണ് ഇതിന്റെ ആണിക്കല്, പക്ഷെ മാറി നിന്നായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഓഫീസ് വരുമ്പോ എൻ്റെ അടുത്ത് ഇന്ന് ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കും. ഞാൻ പറയും വരും. അപ്പോഴത്തേനും അമ്മ അച്ഛൻ ആഹാരം കഴിക്കത്തില്ല, എടുത്തെറിഞ്ഞിട്ട് അച്ഛൻ വെളിയിൽ പോയി കഴിക്കും. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പോഴേ ഞാൻ വിചാരിക്കും എനിക്ക് സമാധാനമാവും. കാര്യം എനിക്ക് ഈ വെള്ളയും ഇട്ട് ഇവര് ചെരുപ്പ് വിടത്തില്ല, ഇവര് മരുന്നും കഴിക്കത്തില്ല. നേരം വെളുത്ത ഇരുട്ടണ വരെ, അതായത് 10 മണി തൊട്ട് ഭക്ഷണം കഴിച്ചു 2 മണിയാകുമ്പോ പോകും. അപ്പൊ ഞാൻ പറയും, ഇവരെ ഭക്ഷണം കഴിക്കാനാ വരുന്നത്, ഇവരല്ലാത്ത ഒന്നിനും അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരെ അങ്ങ് നിന്ദിക്കുകയും, ഇവർ വരുമ്പോ വാതിലങ്ങോട്ട് പിടിച്ച് അടച്ചങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ആ റൂമിൽ ഇരുന്ന് എനിക്ക് അങ്ങ് നോവൽ വായന, ബാലരമ, പിന്നെ ഇങ്ങനെയുള്ള മംഗളം, അന്നത്തെ അതൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുക, ഇതൊക്കെ രസിക്കുക. ഇവര് പൊയ്ക്കഴിയുമ്പോ ഞാൻ വല്ല മാളത്തിൽ നിന്ന് ഇറങ്ങി വരണം കണക്ക് ഇറങ്ങി വരുമായിരുന്നു. അപ്പോഴമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇങ്ങനെ ചെയ്യരുത്, നീ അവരെ നിന്ദിക്കരുത്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇങ്ങനെ വാതിലൊന്നും അടയ്ക്കതൊക്കെ വളരെ ബാഡായിട്ടുള്ളൊരു ഇതാണ്, നീ ചെയ്യരുത് മോളെ എന്നൊക്കെ പറഞ്ഞാലും ഞാനുണ്ടല്ലോ, എനിക്കിവരെ ഇഷ്ടമല്ല, എനിക്കിവരെ കാണുന്നതേ വെറുപ്പാ. വന്ന് കയറുമ്പോഴേ പറയും, ഞങ്ങൾക്കാണെങ്കിൽ അവിടെ മുല്ലപ്പൂവൊക്കെ ഞാൻ വെക്കുമ്പോ പറയും, അപ്പോൾ മുല്ലപ്പൂ ഇതൊന്നും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാര്യം നമ്മൾ കൊച്ചു പ്രായം, ഞാൻ അന്ന് 8-ായിരത്തിലൊക്കെ പറയും, എനിക്കെന്തോ അറിയാം. ഞാൻ എന്നും പറഞ്ഞ ഒരൊറ്റ പോക്കൊക്കെ പോവായിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പോഴും ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞ്, നമ്മുടെ ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ സ്വർഗത്തിൽ കയറാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോനെ എന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്കറിഞ്ഞൂടാ, പിന്നെ നീ എന്തിനാ ഈ വിളക്ക്, നീ എന്തിനാ ഈ ദേശം? യേശുവാണ് ദൈവം, യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. വഴക്ക് ആണെങ്കിലും ഞാൻ പറയും, ഞാൻ തെറിച്ചോണ്ട് പോകണമെങ്കിലും ഞാൻ അതൊന്നും കേൾക്കത്തില്ലായിരുന്നു. അമ്മ ബൈബിൾ എടുത്തു വെച്ച് തുറന്നു വെച്ചിട്ട് ഒരു പ്രാവശ്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോ എൻ്റെ അടുത്ത് നമ്മൾ യോഹന്നാൻ 8:12 ഇങ്ങനെ പറയുന്നു, യേശു പിന്നെ അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. നിനക്ക് ജീവന്റെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നീ യേശുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞു. അതൊന്നും എൻ്റെ തലയിൽ കയറത്തില്ല. ഞാനിങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഭയങ്കര യുദ്ധം ഇത് കണ്ട് രസിക്കുക. കാര്യം ഞാൻ പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കല് ഒരു പ്രാവശ്യം ഞാന് ഇങ്ങനെ സോഫയില് വരാന്തയിൽ ഇങ്ങനെ ഇരിക്കലേ പെട്ടെന്ന് ഞാനൊരു മയക്കത്തിലേക്ക് വീണ്. എൻ്റെ കർത്താവ് എനിക്ക് തന്ന ദർശനം, ആദ്യത്തെ ദർശനം ഞാൻ കണ്ടു. എന്നെ കർത്താവ് ലോകാവസാനം കാണിച്ചു തരികയാണ്. എല്ലാം ഇളകി മറിയുന്നു. എല്ലാം ഒരിടത്ത് ഞാൻ ഇങ്ങനെ കാണുന്നു, മലകളും ഇങ്ങനെ കല്ലുകൾ ഇളകി താഴെ വീഴുന്നു. ചിലയിടത്ത് വെള്ളപ്പൊക്കം കണ്ട്, ചിലയിടത്ത് ഞാൻ ഇങ്ങനെ കാണുകയാണ്. ഭയങ്കര ലോകം കിടന്നും കീഴ്മേ മറിയുന്ന കാഴ്ച എന്നെ ദൈവം കാണിച്ചു തന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് കേട്ടു. ലോകാന്ത്യം
ആസന്നമായി, ഈ യുഗം കഴിയാറായി, രക്ഷയിൻ വാതിൽ പൂട്ടാറായി, യേശു വിളിച്ചിടുന്നു നിന്നെ, യേശു വിളിച്ചിടുന്നു. ഈ പാട്ട് ഞാൻ സ്വർഗീയ ഈരടിയോടെ കേട്ട് വലിയൊരു പ്രകാശം മിന്നി മറിയുന്നത് ഞാൻ കണ്ടു. ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ വീട് ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ പേടിച്ച് ഞാൻ ആരണ്ട് ചാടി ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് ആ പെണ്ണിന്റെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന കൊച്ചിന്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ബന്ധക്കോസുകാർ വലിയൊരു വന്നു. അപ്പൊ ചോദിച്ചു, എന്താ പറ്റി മോളെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ ഒന്നും മിണ്ടിയില്ല അവളുടെ അടുത്ത്. ഞാൻ തിരിഞ്ഞങ്ങ് പോയി. ഞാൻ എന്നിട്ട് പയ്യെ ചെന്ന് നോക്കി ഇവര് വന്നിട്ടുണ്ടോന്ന്, ഈ മദേഴ്സ്. ഞാൻ നോക്കിയപ്പോ അവരാരും അവിടെ ഇല്ല, അവരാരുമില്ല അവിടെ. അപ്പം ഇത് എന്തുവാ? ഞാൻ പേടിച്ച് ഞാൻ അരണ്ടിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ പോയി. ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ ഇവര് വരുമ്പം ഞാൻ പയ്യെ ജനല് തുറന്നിടും. ഒരു പാടി എനിക്ക് ഭയം തട്ടി. യേശുവാണ് ദൈവമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. പിന്നെ ഞാൻ ബൈബിൾ അമ്മ ഇല്ലാത്ത സമയം നോക്കി അത് തുറക്കുമ്പോഴെല്ലാം നല്ല മധുരമായ വാക്കുകൾ, അതായത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങളൊക്കെ എൻ്റെ കണ്ണില് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അത് മധുരമായി എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇച്ചിരിച്ച് പയ്യെ പിന്നെ അമ്മയെടുത്ത് എന്നിട്ട് പയ്യെ ചോദിച്ച്, അപ്പൊ ഈ എന്തിനാ ഈ സ്വർഗത്തിൽ? അപ്പൊ പറയും നിത്യത കിട്ടണം, സ്വർഗം കിട്ടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 10:15 എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. മോളെ, നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം. നരകം എന്ന് വെച്ചാൽ തീയും അവിടെ പുഴുവും, അയ്യോ എനിക്കത് വേണ്ട. എന്നാ മോള് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അമ്മയുടെ ആ വാക്കില് സ്വർഗം കിട്ടാൻ വേണ്ടിയാ സ്നാനപ്പെട്ടെ. എനിക്ക് വചനം അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിയത്തില്ല, വചനം അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞ സ്വർഗം വേണം. എന്നാൽ ശരി, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇരുളിൽ എനിക്ക് വേണ്ട. അപ്പൊ ഇരുളിന്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം ഈ നോവൽ വായിക്കുന്നതും കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ നമ്മുടെ കൊച്ചു പ്രായത്തിലുണ്ടല്ലോ, അതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തോ ചെയ്ത് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാർവാനിസില് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും അല്ലായിരുന്നു, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ദർശനങ്ങൾ ദൈവം തരാൻ തുടങ്ങി. ദർശനങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ദർശനങ്ങൾ കിട്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാണും, എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നെ അന്ന് കാണിക്കും. പിറ്റേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവെ നാളെ വരുന്ന എസ് ഒന്ന് കാണിച്ചു തരണേ. ചില സമയങ്ങൾ കർത്താവ് ചിലത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും അല്ല, എൻ്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ തോറ്റുപോയി, ഈ ചങ്കിടി കാരണം ഞാൻ പറഞ്ഞു, കർത്താവെ എന്നെ ജയിപ്പിക്കണേ കർത്താവെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ ആ മാർക്ക് ലിസ്റ്റ് കാണിച്ചതിട്ട് ഞാൻ കാണുകയാണ്, കൃപയാൽ ഞാൻ തോറ്റിട്ട് ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. 110 മാർക്കുകൾ, 120 വേണം ജയിക്കാൻ. 110 മാർക്കുകൾ, കർത്താവെ ഞാൻ തോറ്റുപോയല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ കാണുക ഒരു കരം വന്ന് ആ 110 എന്നുള്ളത് 10 മാറ്റിയിട്ട് 10 മാർക്ക് ഇട്ട് 120 മാർക്ക് ഇട്ട് തന്ന് ഞാൻ ജയിക്കുന്നതായിട്ട് ഞാൻ കണ്ട്. അങ്ങനെ കറക്റ്റ് മാർക്കിന് ജയിച്ച് വളരെ, അതായത് ഒന്നും പ്രശംസിപ്പാനില്ല, ദൈവം തന്ന്. പക്ഷേ ആ 120 മാർക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ഞാൻ അതും ദൈവം കാണിച്ചു തന്നു, ഞാൻ നേഴ്സിങ്ങിന് പോകുന്നതായിട്ട്. ഞാൻ പറയട്ടെ, ഒരുവന്റെ ജീവിതത്തിൽ ദൈവം തുറന്നാൽ അത് അനുഗ്രഹമായിരിക്കും. സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണത്. വളരെ സിമ്പിളായിട്ട് തോന്നുന്നെങ്കിലും ആ ഒരു 10 മാർക്ക് കർത്താവ് എന്നെ തന്ന് ജയിപ്പിച്ച് എന്നാൽ അവിടെ ഞാൻ നേഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞിട്ടും അവിടെ വന്ന് ഒരു കൊച്ച് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു. ഭയങ്കര സ്മാർട്ട്, സുന്ദരി എല്ലാം ആണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഭയങ്കര സ്മാർട്ടായിട്ട് വെച്ച് മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ തോറ്റുപോയി എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ അത് തിരിച്ച് നേഴ്സിങ്ങിന് എടുക്കാതെ പോകേണ്ട ഗതികേട് ഞാൻ കണ്ടു. അപ്പം ഞാൻ ദൈവത്തെ എത്ര സ്തുതിക്കണം. എൻ്റെ ജീവിതത്തിൽ അന്ന് ആ നേഴ്സിംഗ് പഠിച്ചത് കാരണം അനേക രാജ്യങ്ങളിൽ എൻ്റെ കർത്താവ്
ഈ ഏഴയായ എന്നെ, ബലഹീനയായ എന്നെ എൻ്റെ കർത്താവ് കണ്ടതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുകഴുവാൻ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും എന്തുവാ, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ആ നേഴ്സിങ്ങിന് പൂനെ ചെന്നു. അതും ദർശനം കണ്ട് തന്നെ ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ സ്നാനപ്പെട്ടത്. അല്ലാതെ ഒരുപാട് കാര്യമൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ അതൊരു ക്രിസ്ത്യൻ മിഷൻ ആയതുകൊണ്ട് അവിടെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഉണ്ട്. രാവിലെ 7 മണിയാകുമ്പോൾ ബെല്ലടിക്കും, എല്ലാവരും ഇറങ്ങിച്ചെന്ന് നിന്ന് മറാഠിയും ഹിന്ദിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുവല്ലതും തലേ കയറുകയോ ഇല്ല. പക്ഷെ എന്നാലും ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും. യേശുവിന് വലിയ സ്നേഹമാണ്. പക്ഷേ എന്തില്ല? വചനത്തിന്റെ വേരില്ല. വചനത്തിന്റെ അടിസ്ഥാനമായ വേര് വളർന്നാൽ അതൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ പലതും അറിഞ്ഞും അറിയാതെയും തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ ഇപ്പം ഒരാളെടുത്ത് ഒരു വാക്ക് പറയണമെങ്കിലും പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങ് പറയും. എന്താന്ന് വെച്ചാല് വചനമില്ല. വചനമുള്ളവർ പറയുവോ? പറയത്തില്ല. ഒന്ന് ചിന്തിക്കും. ഏത് വാക്കിനും ദൈവസന്നിധിയിൽ ന്യായവിധി ഉള്ളതിനാൽ പറയാൻ പാടില്ല. ഇപ്പം വചനം പഠിക്കും തോറും നമുക്ക് വേര്, വചനം അതായത് വേരുള്ള ഒരു വൃക്ഷം പോലെ ആയിത്തീരുന്നു നമ്മൾ. എന്നാൽ അന്ന് അതില്ലാത്തത് കാരണം തന്നെ പല കാര്യങ്ങളിലും കർത്താവ് ഹല്ലേലൂയ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാലും കർത്താവിനെ അത് കഴിഞ്ഞ് 90-ൽ കല്യാണം കഴിച്ചു. ഞങ്ങള് പെട്ടെന്ന് സമയം പോന്നല്ലോ, ഞങ്ങള് സൗദി അറേബ്യക്ക് പോയി. സൗദി അറേബ്യയിൽ ചെന്ന് കഴിഞ്ഞു. അവിടെ MOH ചെല്ലുന്നിടത്തെല്ലാം എനിക്ക് കഷ്ടതയാ. ചെല്ലുന്നിടത്തെല്ലാം കഷ്ടതയല്ലാതെ ഒന്നുമില്ല. അതുപോലെ ദൈവം പരീക്ഷണങ്ങളിൽ കൂടെ എന്നെ കടത്തി വിട്ടിട്ടുണ്ട്. അവിടെ ചെന്നും പ്രാർത്ഥനയൊന്നും, കാര്യം സൗദി അറേബ്യ അല്ലയോ, ഒരുപാട് പ്രാർത്ഥനയോ പാട്ടോ ഒന്നും ഇല്ല അവിടെ. അങ്ങനെ ഇരിക്കലെ പെട്ടെന്ന് പുള്ളിക്കാരന്, എൻ്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നപ്പോ ഞാൻ തന്നെത്താൻ ഇരുന്ന് പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കുമൊക്കെ. പുള്ളിക്കാരന് ഒരു കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ, എന്റെ കൂടെ ചുമ്മാ ഇരിക്കും എന്നുള്ളല്ലാതെ. ചർച്ചകളിലാണെങ്കിൽ നാട്ടിൽ വന്നാൽ വരും, വെറുതെ വന്നിരിക്കും, അങ്ങനെയുണ്ട്. ക്രിസ്ത്യാനിയ അങ്ങനെ ആ രീതിയിലാണെന്നോ വിവാഹം? അതോ അല്ല, അതാ ഞാൻ പറയാമല്ലോ. ഇപ്പൊ ഹിന്ദു അല്ല ക്രിസ്ത്യാനി. ഹിന്ദുവിൽ നിന്ന് ഒരാൾ വരുമ്പം നമുക്കിപ്പം അന്നത്തെ കാലത്തൊക്കെ, അതായത് 90-ലൊക്കെ വലിയ പാടാ. ഞാൻ 83 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാ. അത് കഴിഞ്ഞ് പഠിച്ചു. ഈ 90-ലാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം കല്യാണത്തിന്റെ ഇതെന്ന് വെച്ചാൽ അവര് ബോംബെക്കാരല്ലേ, അവർക്ക് ഈ ജാതിയോ മതത്തിനോട് ഭയങ്കര ഈ നാട്ടിലെ പോലെ ഉള്ള ഒരു കർശനമൊന്നുമില്ല. അവര് പറഞ്ഞു, നീ ഈ ഇതാണോ, ക്രിസ്ത്യാനിയാണോ? അതിനെന്താ, നീ നിന്റെ ദൈവത്തെ വിളിച്ചോ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ വെച്ച് പറ്റത്തില്ല കല്യാണം എന്നാ മറ്റേ പള്ളിയിലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം നല്ല ഗണപതിയെ പൂജിക്കുന്ന നല്ല ഭക്തനായ, തേങ്ങ മണിക്കൂറുകൾ ആ ദാദറിലെ 2 മണിക്കൂറൊക്കെ നിന്ന് തേങ്ങ അടിക്കാൻ നിൽക്കുമായിരുന്നു ലൈൻ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു ഭക്തനും. പക്ഷെ ദൈവം എന്നെ കാണിച്ചു തന്നു. നമുക്ക് തോന്നും, നമുക്ക് പല ആഗ്രഹങ്ങളാണ്, മറ്റുള്ളവരൊക്കെ അത് വേണ്ട ഇത് വേണ്ട. പക്ഷെ ഇദ്ദേഹത്തെ ദർശനത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. അതുകൊണ്ട് കൃപയാൽ 9 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസിയായി സ്നാനപ്പെട്ടു. കൃപയാൽ പാസ്റ്റർ ഇന്ന് വേലയില് ദൈവം കൊണ്ടുവന്നു. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നമ്മുടെ ചിന്തകളല്ല. നമുക്ക് പല ചിന്തകളാണ്, നമുക്ക് പല ആഗ്രഹങ്ങളാണ്. പക്ഷേ ദൈവത്തിന്റെ ഹിതമേ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുകയുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിക്കാരനും കൂടെ അവിടെ സൗദിക്ക് വന്നു. അവിടെ 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ദൈവം കൃപയാൽ തന്നു. 2 ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു. എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം, രാജാവാണെന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ച ഒരു സന്ദർഭം സൗദി അറേബ്യയിലുണ്ട്. ഞാൻ 5 വർഷമായി. ഞങ്ങൾക്ക് അന്ന് കല്യാണം കഴിഞ്ഞ് വീടൊന്നുമില്ല. ചെമ്പൂര് പുള്ളിയുടെ വീടുണ്ട്. കുടുംബ വീടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ അറിയാമല്ലോ, 2 ബെഡ്റൂം ഫ്ലാറ്റുകളാ. അപ്പം അവിടെ അത്രയ്ക്കത്രയുള്ള സൗകര്യങ്ങളേ ഉള്ളു. അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിച്ച് വീടില്ല. അപ്പൊ ഒരു വീട് ഞങ്ങള് ഗോരേഗാവിൽ വാങ്ങിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പൈസ എല്ലാം ഒരു 2 ലക്ഷം രൂപയോട് അടുപ്പിച്ച് വന്ന് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കലെയാണ് പെട്ടെന്ന് അവിടെ ഒരു ഇത് വന്ന് കിങ് ഫഹാദ് പറഞ്ഞു, ഹിന്ദുക്കളായിട്ടിരിക്കുന്നവരെ എല്ലാം കോൺട്രാക്ട് ഫിനിഷ് ചെയ്ത് വിട്ടയ്ക്കണമെന്ന്. 5-ാം മാസം എന്റെ കോൺട്രാക്ട് വരിക. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാര് ഒരു അമുത,
ഒരു വത്സല ദേവി, ഇവരെല്ലാം പോവുകയാണ്. ഒരു ഗീത സിസ്റ്റർ, ഇവരെല്ലാം 1 മാസം, 2-ാം മാസമായി, 3-ാം മാസമായി, 4-ാം മാസം. അപ്പൊ ഞാനും പെട്ടി കെട്ടാൻ തുടങ്ങി. 5-ാം മാസം ഞാനും പോവും. പെട്ടെന്ന് എൻ്റെ അടുത്ത് കർത്താവിന്റെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇവരെല്ലാം പോവും, ഞാൻ എന്തിനാ പോണേ? ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നിയമം മാറ്റും. ഞാൻ എന്തോ ഇത് ദൈവസന്നിധി ഉപവസിച്ചു. 21 ദിവസം ഉപവസിച്ചു. നമ്മൾ ഏതായാലും 21-ാം തീയതി തൊട്ട് തുടങ്ങി. എന്റെ കോൺട്രാക്ട് തീരാൻ പോവല്ലയോ. 17-ാം ദിവസമായപ്പോൾ പെട്ടെന്ന് അവിടെ നിയമം മാറി. എന്റെ കർത്താവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, രാജാവിന്മേലും മേലും അധികാരമുള്ള എന്റെ കർത്താവ് 5-ാം മാസമായപ്പം അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഞാൻ എന്ന് ഈ രാജ്യത്തു നിന്ന് പോകുന്നു, അന്ന് ഞാൻ റിസൈൻ ചെയ്ത് പോകണം കർത്താവ് എന്ന്. അതുപോലെ ഞാൻ റിസൈൻ ചെയ്താ ഞാൻ ആ രാജ്യത്തു നിന്ന് വരുന്നത്. കർത്താവ് എനിക്ക് കോൺട്രാക്ട് തന്നു. വീണ്ടും ഞാൻ 10 വർഷം സൗദി അറേബ്യയിലെ MOH ജോലി ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പനി വന്നു. അവിടെ ഒരു സിസ്റ്റർ ലിസിക്കുട്ടി, പാസ്റ്റർ TS മാത്യുവിന്റെ വൈഫ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടു. അപ്പൊ എന്നെ കണ്ട് ഞാൻ പറഞ്ഞ് ഉടനെ ഓടിച്ചെന്ന് ഞാനും ചോദിച്ചു, പെന്തിക്കോസിലാണോ? അപ്പൊ പറഞ്ഞ ആന്ന്. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കണ്ടപ്പം, എനിക്കറിയത്തില്ല ഇങ്ങനെ സൗദി അറേബ്യയിൽ ഇങ്ങനെ പ്രെയർ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. കാര്യം അവിടെ എല്ലാം ഇങ്ങനെ രഹസ്യത്തിലല്ലേ. അവര് ഞങ്ങളെ പ്രെയറിന് വിളിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ കീഴിൽ പാസ്റ്റർ TS മാത്യു ആണ് എൻ്റെ ഹസ്ബൻഡിനെ സ്നാനപ്പെടുത്തി. അവിടെ നിന്ന് ഞങ്ങള് കൃപയാൽ അവരുടെ കൂടെ ആരാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു കാര്യം, കർത്താവ് രോഗസൗഖ്യദായകനാണെന്ന് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ തെളിയിച്ചു. 2ാമതൊരു വിഷയം കർത്താവ് എന്നെ കാണിച്ചു തരുന്നു. ഞാനൊരു വലിയ കഷ്ടതയെ കൂടെ കടന്നു പോകുന്നതായിട്ട് എൻ്റെ കർത്താവ് കാണിച്ചു തന്നു. ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പം വെറുതെ ഇങ്ങനെ ഇരുന്ന ഞാന് അവിടെ ഇരുന്ന ഒരു ഷെൽഫ് എങ്ങനെ വീണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തലയിൽ കൂടെ വീണ് ഞാൻ എൻ്റെ കസേര, ഇങ്ങനെ റോൾ ചെയ്യുന്ന കസേരയെല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീണ് സീറ്റിക്കൊക്കെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയം വരുന്ന കണക്ക് ബ്ലീഡിങ് ഒക്കെ ആയിട്ട്. CT സ്കാനൊക്കെ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് ഓക്കെ, നോർമൽ. പക്ഷെ വീട്ടിൽ വന്ന് എനിക്ക് ഈ കൈ കൊണ്ട് ഒരു കറിക്കരിയാൻ വയ്യ, ഈ കൈ പൊക്കാൻ വയ്യ, കുഞ്ഞിനെ എടുക്കാൻ വയ്യ. അന്ന് വളരെ ചെറുപ്പം, 10-27 വയസ്സ് പോലും ഇല്ല എനിക്ക്. വളരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ഈ കൈ തളർന്നു പോകുന്നതാണ്. 2 വർഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അപ്പൻ, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് കൃപയാൽ ഈ കൈ കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുക മാത്രമല്ല, അനേക ദൈവദാസന്മാരെ ഒരു തബീതയെ പോലെ ശുശ്രൂഷിപ്പാനും എൻ്റെ കുടുംബത്തിനും ഞാൻ വളരെ ആശ്വാസമായിരുന്നു. ഇതെൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഒരു സാക്ഷ്യമാണ്. അതുപോലെ വേറൊരു കാര്യം സൗദി അറേബ്യ നടന്നത്, ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുക. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലയ്ക്കാകെ ഭാരമാണല്ലോ. അപ്പം ദൈവാത്മാവ് എന്നെ ഒരു സ്ക്രീനിൽ എന്ന പോലെ എഴുതി കാണിച്ചു തരികയാണ്, അപകടം എന്നുള്ളത് കാണിച്ചു തരുക. പക്ഷെ ഞാൻ അത്ര ഈ തല നേരെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ എന്തോ ഇത് ബെഡ്റൂമിലല്ല, വന്നു കഴിഞ്ഞിട്ട് ആ ഹാളിൽ തന്നെ കയറി കിടന്നു ഉറങ്ങി. കാര്യം പുള്ളിക്കാരൻ്റെ ഓഫീസിൽ പോണം. ഞാൻ ഹാളിൽ ഒന്ന് മയങ്ങിയിട്ട് പെട്ടെന്ന് ഒരാൾ കതവ് തുറക്കുന്ന കണക്ക് ഞാൻ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ. ഞാൻ ചോദിച്ചു, ആരാ ആരാ കള്ളൻ മുമ്പിൽ നിൽക്കുക എൻ്റെ. അപ്പൊ പെട്ടെന്ന് ഇയാൾ എൻ്റെ അടുത്ത് പറയുക, മീനെന്താ, അതായത് നീ ഞാൻ ചോദിച്ചു ആരാ നീ? അപ്പൊ പെട്ടെന്ന് ഈ കള്ളം ഭയങ്കര ഞാൻ അബ്ദുളിനെ തിരക്കി വന്നാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരൊറ്റ ഓട്ടം. അപ്പൊ എനിക്ക് തോന്നി എന്തോ സംതിങ് ഈസ് റോങ്. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോ എന്തുവാ, ഞങ്ങളുടെ എല്ലാ റൂമും കുത്തി ബാക്കി 3 റൂമും ഇയാള് ഇളക്കി മറിച്ച് ഇട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്താണെന്നറിയാം, ഞാൻ ഈ പൈസയൊക്കെ സാധാരണ അന്നും സാലറി കിട്ടി കൊണ്ടുവന്ന് ഞാൻ മുട്ടായി ഡബയ്ക്കകത്തായിട്ട് വെച്ചിരുന്നത്. ഇയാളെല്ലായിടും നോക്കിയിട്ട് കിട്ടിയത് മുട്ടായി ഡബ ഇരിക്കുന്ന പൈസ എൻ്റെ അതുപോലെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഡബ ഇട്ടിരുന്നത്. അപ്പൊ തൻ്റെ ഭക്തനെ കരുതുന്ന ദൈവം, സ്തോത്രം. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാ, സ്തോത്രം. അതുപോലെ ഞാനൊന്നും അന്നൊക്കെ അങ്ങ് ഭയങ്കര എന്തുവാ പറയണ്ടേ, വലിയ ഭക്തിയോ ഭയങ്കര ഭക്തിയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും
എന്നെ താങ്ങിയ കരങ്ങൾ കർത്താവിൻ്റെ. ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതുപോലെ എൻ്റെ ഇളയ ബ്രദർ അവിടെ വന്നു, സൗദി അറേബ്യ വന്നു. അവനും ദൈവകൃപയാല് ആ പാസ്റ്റർ TS മാത്യുവിൻ്റെ അണ്ടറില് സ്നാനപ്പെട്ടു. അവനും വേർപെട്ട ജീവിതം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവ് എനിക്ക് ദർശനം തന്നു, ഞാൻ UK പോകുന്നതായിട്ട്. കർത്താവിന്റെ കരം ഞാൻ കണ്ടു. UK പോവുക കണ്ടു കഴിഞ്ഞിട്ടും കർത്താവ് പറഞ്ഞ് ആദ്യം ഒരു ബുദ്ധിമുട്ടിലായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് നിനക്കൊരു നന്മയുണ്ടെന്ന് എന്നെ അറിയിച്ചിട്ടാ. എൻ്റെ ജീവിതത്തിൽ ഈ UK അനുഭവം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് ഒരു വലിയ വീട്ടിൽ എന്നെ കൊണ്ടുവന്നിട്ട് 5 ബെഡ്റൂമുള്ള വീട്ടിൽ ആരുമില്ല. UK തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റർ ഇടാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക എന്തോ ചെയ്യട്ടെ. ഞാൻ നോക്കുമ്പോൾ വീടുകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഈ അറ്റം തൊട്ട് അറ്റം വരെ. എൻ്റെ പെട്ടിയിലാണെങ്കിൽ 1000 പൗണ്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഞാനില്ല, പർദ്ദയിട്ട് സൗദി അറേബ്യയിൽ ഭർത്താവിന്റെ കൂടെ നടന്നിട്ട് എനിക്ക് കടയിൽ പോവാനോ കാര്യങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ ഒന്നും അറിയത്തുമില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ തണുപ്പ് കൊണ്ട് ഓടിച്ചാടി വീട്ടിൽ കയറും. ഇങ്ങനെ 3 ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹീറ്റർ ഇടാൻ അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പെട്ടിയിലിരിക്കുന്ന തുണികളെല്ലാം കൂടെ എടുത്തിട്ടിട്ട് ഞാൻ കമന്നങ്ങ് കിടക്കും. കാര്യം തണുപ്പ് കൊണ്ട് ഞാൻ വിറച്ചടിക്കുവാണ്. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ ചോദിക്കാൻ ആരുമില്ല. പൈപ്പ് തുറന്ന പച്ച വെള്ളത്തിന് പകരം ഐസ് വെള്ളമാണ് വരുന്നേ. ഇത് കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ പുള്ളിക്കാരനെ വിളിച്ച് ഫോൺ ചെയ്ത് പറയാൻ പറ്റത്തില്ല ഞാൻ എവിടെയാണെന്ന്. പക്ഷെ ഞാൻ അവിടെ എത്തിയെന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഏജന്റ് പറഞ്ഞു, ഷീസ് ഓക്കെ, ഷീസ് സേഫ്, ഷീസ് ഹിയർ. അപ്പോൾ ഓൾറെഡി ഉണ്ടെന്നറിയാം. പക്ഷെ സിം കാർഡ് വാങ്ങിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. ഒരു വെള്ളിയാഴ്ച അവിടെ ചെന്ന് വെള്ളി ശനി ഞായർ ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനെ മാത്രം വിളിച്ച് കമന്ന് കിടന്ന്. എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഞായറാഴ്ചയാണ് ഏതോ ഒരു ദിവസമായപ്പോൾ ഞാൻ അപ്പുറത്തൊരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ശ്രീലങ്കക്കാരാ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നണക്ക് വന്നതാ, ഇവിടെ എവിടെയെങ്കിലും ചായ കിട്ടുമോ? എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവര് ചായ തന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരെനിക്ക് ചായ തരുമായിരിക്കും എന്ന്. ഇവര് ഒന്നും മിണ്ടാതെ അകത്ത് കയറി അങ്ങ് പോയി. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച്, കർത്താവെ, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ത്രീയാണല്ലോ, എന്നിട്ട് എനിക്കൊരു ചായ പോലും കിട്ടുന്നില്ല. ഒരു ചൊന്നും വേണ്ട, ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയാൽ മതി കർത്താവെ എന്ന് കർത്താവിന്. പിന്നെ ഞാൻ ചിന്തിച്ചു, കർത്താവെ, അവിടുന്ന് പറഞ്ഞിട്ടല്ലയോ ഞാൻ വന്നത്, പിന്നെന്താ അപ്പ ഇത്ര കഷ്ടത? ഇങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ല. എന്താണെന്നറിയാവോ, ഈ കൊണ്ടുവിട്ട ആള് കീ തുറന്ന് ഇനി ഇതിനകത്ത് കയറുമെന്ന് എനിക്കൊരു പ്രാണഭയം. ഈ കൊണ്ടുവന്ന ആളിന്റെ കൈ കീ ഉണ്ടല്ലോ, അതിന് ഞാൻ എന്തോന്ന് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേശയെല്ലാം കൂടെ പിടിച്ചു കൊണ്ടുവന്ന് അങ്ങോട്ട് ആഴത്ത് വയ്ക്കും. കാര്യം ഇയാള് കയറി വന്നാലും അങ്ങോട്ട് അടുക്കള വഴി ഓടാമല്ലോ, ഓടിയാലും അങ്ങോട്ട് ഓടണം. ഇതൊക്കെ ഞാൻ നോക്കി വെച്ച്, കാര്യം രക്ഷപ്പെടണമല്ലോ. ഈ അവസ്ഥ അപ്പോഴും ഞാൻ ചിന്തിക്കും, കർത്താവിന്റെ കരം ഇല്ല, കർത്താവ് എന്നെ അറിയുന്നു, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. എന്നാൽ ഞാൻ ആ മനുഷ്യനെ വന്നിട്ട് ഞാൻ എന്നെയും കൊണ്ട് പോയി. ഞാൻ ഹോസ്പിറ്റലിലല്ലാതെ എൻ്റെ ജന്മത്തിൽ ഞാൻ ഈ നേഴ്സിംഗ് ഹോം കണ്ടിട്ടില്ല. കൊണ്ടുപോയത് നേഴ്സിംഗ് ഹോമിലോട്ട്. നേഴ്സിംഗ് ഹോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ കിളവിമാരൊക്കെ ഇരിക്കുന്നു. ഇതെന്താ പ്രശ്നമാ? നമ്മൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ അറിയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലങ്ങ് ഈ വൃദ്ധന്മാരുടെ അവരുടെയൊക്കെ ഇങ്ങനത്തെ ഉണ്ടോ? ഇല്ല. എനിക്ക് അത് വെപ്രാളം. ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഭയങ്കര ഈ അജാന ബാവുക്കളെ പോലെ നിൽക്കുന്ന ഈ ആഫ്രിക്കൻസ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇത്രയുള്ള ഒരെണ്ണം അവിടെ ചെന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ, നല്ല സുന്ദരി ഒരു സ്ത്രീ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഓടി അവരുടെ അടുത്ത് വന്ന്, എനിക്ക് തോന്നി അവർ ഇന്ത്യനാണ്. ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്ത്യനാ, ഞാൻ ഇങ്ങനെ സൗദി അറേബ്യ എന്ന് വന്ന്, എനിക്കിവിടെ ഒന്നും അറിയത്തില്ല, ഞാൻ 3 ദിവസം ഒരു ചായ കുടിച്ചിട്ട് എനിക്കിവിടെ കടവെല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് ഈ സ്ത്രീ ഫോൺ വിളിച്ച്, ആരെയെന്നറിയാം, ഇവളുടെ ഭർത്താവായിരുന്നു ഇതിന്റെ ആള്, ഡയറക്ടർ. ഇവിടെ ഒരു കൊച്ചു വന്നിട്ട് ഇങ്ങനാണോ, ഹൗ യു ആർ ട്രീറ്റിംഗ് ഹർ, ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങേര് അയാള് പറഞ്ഞു തരുമ്പോ ഓഫീസിൽ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുവാ? അവള് പറഞ്ഞു,
ഇപ്പൊ തന്നെ ഇവളെ കൊണ്ടുപോയി സാധനം വാങ്ങിപ്പിച്ച് ഇവളെ ഇതിച്ച് ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്ന. 3 ദിവസം അവൾക്ക് ആഹാരം കഴിച്ചിട്ട് അവരൊരു എയർ ഹോസ്റ്റസ്സാ ബ്രിട്ടീഷ് എയർവേസിലെ, സുന്ദരിയായ നല്ലൊരു സ്ത്രീയാണ്. അവരുടനെ തന്നെ അവരുടെ സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് എനിക്ക് പാത്രങ്ങളായി മറ്റതായി മറിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത്, ഇന്ന് നീ ഡ്യൂട്ടിക്ക് കയറണ്ട എല്ലായി എന്നെ കംഫർട്ടബിൾ ആക്കി. ഇതിനിടയ്ക്ക് ഈ ഏജന്റ് ഒരു ദിവസം വന്നായിരുന്നു, വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോയായിരുന്നേ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നേഴ്സിംഗ് ഹോമിൽ ചെന്നപ്പോഴോ എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹൈടെക് നേഴ്സിംഗും കഴിഞ്ഞിട്ട് ICU മെഡിക്കൽസ് വാർഡ്, ഞാനാണെങ്കിൽ പ്രൈവറ്റ് വാർഡിലാണ് വർക്ക് ചെയ്തത്. നല്ല സുഖമുള്ള പ്രൈവറ്റ് വാർഡിൽ വർക്ക് ചെയ്ത സുഖമായിട്ടുള്ള ഒരു നേഴ്സ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കർത്താവ് ഞാൻ പെട്ടുപോയല്ലോ ഇവിടെ എന്നുള്ള. എന്നാലും ഒന്നും മിണ്ടിയില്ല. കർത്താവിന്റെ ദർശനപ്രകാരം വന്നതല്ലയോ ആ ഒരു വിശ്വാസത്തില്. ഈ ആഫ്രിക്കക്കാരികൾ എന്തോല്ലോ 10 പേഷ്യന്റിയൊക്കെ എനിക്ക് തരുന്നേ. എന്നിട്ട് അവരങ്ങോട്ട് സുഖമായിട്ട് കസാരയിൽ കാര്യം വെച്ചിരിക്കും. എന്നെ ഇട്ട് ഓടിയിരോ ഈ അറ്റം തൊട്ട് ആറ്റം വരെ വെല്ല് കിടത്താൻ ഞാൻ ഓടണം. ഇങ്ങനെ ഓടിച്ചത് ഞാൻ വൈകുന്നേരം തളർന്നു വന്ന് ഞാൻ ദൈവത്തോട് കരയും. എൻ്റെ അപ്പ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിനോട് കരയുമായിരുന്നു. ജീവിതത്തിലെ കഷ്ടങ്ങള്, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പം, നമുക്ക് പറയാൻ ആരുമില്ലാതിരിക്കുമ്പം നമുക്ക് പറയുവാൻ ഒരേ ഒരാളേ ഉള്ളു, കർത്താവിന്റെ മുഖം. ഞാനത് നന്നായിട്ട് അനുഭവിച്ചവളാ. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരിക്കലേ നൈറ്റ് ഡ്യൂട്ടിക്ക് എല്ലാരും എന്തോ എന്നറിയോ കിടന്ന് അങ്ങോട്ട് വിരിച്ച് കിടന്ന് ഉറക്കവാ. എന്നെ ഇട്ട് ഓടിയിരും. അപ്പൊ ഞാൻ ആരോട് പറയാനില്ല, എനിക്ക് ഇന്ത്യൻസ് ഇല്ല, ആരും ഇല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കലേ പെട്ടെന്ന് ഈ ഡയറക്ടർ 2 മണിയായപ്പോ കയറി വന്നു. പെട്ടെന്ന് റൗണ്ടിന് വന്ന് അതിന്റെ ഓണർ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും സുഖ ഉറക്കം. ഞാൻ മാത്രം എഴുന്നേറ്റിരിപ്പുണ്ട്. പിടിച്ച് അതിൽ 3 എണ്ണത്തിന്റെ ഓൺ ദ സ്പോട്ട് കിടന്നുറങ്ങിയതിനെ എല്ലാം സസ്പെൻഡ് ചെയ്ത്, എന്നിട്ട് എന്നെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഐ വാണ്ട് ലൈക്ക് യു, എനിക്ക് ഒരു 10 നേഴ്സുമാരെ കൊണ്ട് തരാൻ പറഞ്ഞു. കർത്താവിന്റെ ആ പദ്ധതി നമ്മളിലുള്ളത്. ഞാൻ എന്തോ ഇത്, എൻ്റെ ഇളയ ബ്രദറെ ആക്ച്വലി അവൻ എഞ്ചിനീയർ ആയിരുന്നു. അവൻ അമേരിക്കയ്ക്ക് പോകാനായിട്ട്, എൻ്റെ അമ്മ അമേരിക്കയിൽ പോയായിരുന്നു. എൻ്റെ അമ്മ അമേരിക്കയിൽ പോയി ഗ്രീൻ കാർഡ് ഹോൾഡറൊക്കെ കിട്ടിയതാ. പക്ഷേ എൻ്റെ അമ്മ ജയിലിലും ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യുന്നത് കാരണം, ആ ഒരൊറ്റ കാരണത്താൽ ആ ഗ്രീൻ കാർഡെല്ലാം അമ്മ കളഞ്ഞിട്ട് അമ്മ പറഞ്ഞു, എനിക്ക് സുവിശേഷം പറയണം, ആത്മാക്കളെ നേടണം, അല്ലാതെ ഇവിടെ അമേരിക്ക കിടന്ന് എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, ഞാൻ ദാ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇട്ടിട്ട് വന്നു. അപ്പൊ അമ്മ ഇവനെ നേഴ്സിംഗ് പഠിപ്പിച്ചായിരുന്നു. അമേരിക്കയിൽ നേഴ്സിംഗ് പഠിപ്പിച്ചാലേ ജോലിയുള്ളെന്നും പറഞ്ഞു. ഇവനെന്തോ ഇത്, ഇവനെ ഞാൻ ഇനി കൊണ്ടുവന്നു. ഇവന്റെ ഭാര്യ അവിടെ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, അവരൊക്കെ ഇപ്പൊ വളരെ കൃപയാൽ എല്ലാം നല്ല പഠിച്ചെല്ലാം നല്ല ടോപ്പ് പൊസിഷനായി കൃപയാൽ. പിന്നെ എൻ്റെ ചേച്ചിയുടെ, എന്തിനു പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാനൊരു ജൂൺ 16-ാം തീയതി UK ഇറങ്ങി. ഡിസംബർ ആ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഇങ്ങ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വാർഡിലുള്ള ഒരു സിസ്റ്റർ, ഒരു റെജി, സൂസൻ സിസ്റ്റർ, പിന്നെ ഒരു ദീപ, 3 മലയാളികളുണ്ട്. ആ 3 പേരെ ഇഞ്ഞ് കൊണ്ടുവന്ന്. പിന്നെ ഞങ്ങളുടെ ചർച്ച് പാസ്റ്ററായിരുന്ന പാസ്റ്റർ TS മാത്യു കുടുംബം, പിന്നെ ഒരു ബാബു ലിസി കുടുംബം, പിന്നെ ഒരു ഷാജി ബ്രദർ ആൻഡ് കുടുംബം, ഇവരെ ഇത്രയും കൊണ്ടുവന്നു. എന്തിന് പറയുന്നു, അവിടെ ഒരു ദൈവസഭയില്ലായിരുന്നു. ദൈവം ഒരുവനെ ഒരു ദേശത്ത് അയച്ചാൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹം വലുതാണ് നമ്മളെക്കുറിച്ചുള്ളത്. ദൈവത്തിന് അറിയാം ആരെ അയക്കണമെന്ന്. സ്തോത്രം. ഹൃദയശുദ്ധിയുള്ളവരും അസൂയയില്ലാത്തവരെ ദൈവം അയക്കത്തുള്ളൂ. ഈ അസൂയ ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താന്നറിയാ, മറ്റവൻ നന്നായി പോയാലോ. പക്ഷെ എനിക്ക് ഇന്നുമില്ല അന്നുമില്ല. എനിക്ക് എല്ലാവരും നന്നാവണം, എല്ലാവരും നന്നായി കാണണം. അങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമ കർത്താവ് എനിക്ക് ആ ഒരു ഹൃദയമാ തന്നിരിക്കുന്നത്. ഞാൻ എന്തോ ചെയ്തു, ഞാൻ ഇവരെല്ലാം കൊണ്ടുവന്നതിന് മുമ്പ് ഈ സഭയില്ലല്ലോ. പാസ്റ്റർ TS മാത്യുവിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ ഞങ്ങളൊരു തമിഴ് ചർച്ചിൽ പോകുമായിരുന്നു, ഒരു ആൻഡ്രൻ പാസ്റ്ററിന്റെ. അവിടെ പാസ്റ്റർ ജോ കുര്യൻ നിൽക്കുന്ന കണ്ട്, ഒരു മലയാളിയാ.
ചർച്ച് ഓഫ് ഗോഡിന്റെ. ഞങ്ങൾ ഓടിച്ചെന്ന്, ഞാൻ വേറൊരു സഹോദരി യാക്കോബയിലെ ഒരു ഷീവ സിസ്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് അവിടെ ഒരു സഭയില്ല പാസ്റ്ററെ, ഒരു സഭ. അപ്പം പാസ്റ്റർ പറഞ്ഞു, എന്തോത്തിനാ മല, ഇവിടെ ഇംഗ്ലീഷ് സഭകൾ നല്ലതുണ്ടല്ലോ, അടുത്ത് വല്ലതും അങ്ങ് നിങ്ങൾ പോ. അല്ല പാസ്റ്ററെ വേണമെന്ന് പറഞ്ഞു. അപ്പം ആന്റൺ പാസ്റ്ററെ ഞങ്ങൾക്കൊന്ന് കണക്ട് ചെയ്തു തന്നു. ആന്റൺ പാസ്റ്ററെ വിളിച്ച് തമിഴില് 2-3 പേര് സഹോദരന്മാരുമായിട്ട് വീട്ടില് അവർ തമിഴിൽ പാടും, നമ്മൾ മലയാളത്തിൽ പാടും, ഞാനും ഷീബയും ഇരുന്നു. അങ്ങനെ ഒരു പായിട്ട് തുടങ്ങിയ സഭ. അത് കഴിഞ്ഞപ്പോഴത്തേന് പാസ്റ്ററിന് എന്നെ ദയ തോന്നി, പാസ്റ്റർ ജോക്കുര്യന് ദയ തോന്നി. അവിടുന്ന് ഒരു പാസ്റ്റർ ബാബു വേട്ടമല എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററും പിന്നെ ഒരു സജി മാത്യു, ഇവരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ചെറുതായിട്ട് തുടങ്ങിയ പ്രാർത്ഥന വീട്ടിൽ തന്നെ 2 വർഷം ഞങ്ങളുടെ ഭവനത്തിൽ. ഞാൻ പഠിച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ, അത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. മോളെ, ഒരു മനുഷ്യന് വേണ്ട എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്തുവാന്നറിയാവോ? ഭക്ഷണം. ആഹാരം വെച്ചു കൊടുക്കണം. അത് ഒരു വയറ് കഴിയുമ്പം പറയും മതി. അപ്പം ഈ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി വരുന്നവർക്ക്. അതുകൊണ്ട് എന്താ, ഞാൻ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവർക്കും വെക്കുകയും വിളമ്പുകയും. എൻ്റെ കുഞ്ഞിനെ, എൻ്റെ ഇളയ മോനെ 2 വയസ്സുണ്ടെന്ന്, സോണി എന്നാ അവന്റെ പേര്. അവനെയൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാലെന്നും പറഞ്ഞ് വിളിക്കുമ്പോഴാ കാര്യം. വരുന്നവർക്ക് വെക്കുക, വിളമ്പുക. എപ്പോഴും ദേവദാസന്മാർ വീട്ടിൽ കാണും, വീട്ടിൽ പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതം എൻ്റെ കർത്താവ് എനിക്ക് തന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കയിലെയാണ് പാസ്റ്റർ TS മാത്യുവിനെ ഞങ്ങളിഞ്ഞ് കൊണ്ടുവന്നപ്പം അദ്ദേഹം അവിടെ സഭ ഇല്ലാതിരുന്ന ഞങ്ങൾക്ക്, അവിടെ അന്ന് ഹാള് കിട്ടാനില്ലായിരുന്നു, അതുകൊണ്ട് ഭവനത്തിൽ തന്നെയായിരുന്നു. കിട്ടി. ആ ശുശ്രൂഷ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറി ഹാളിലേക്കാക്കി. ഇന്ന് ടോൾവർത്തില് ഇമ്മാനുവൽ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ഉള്ള പാസ്റ്റർ ബിജു തോമസ് ആണ് അതിന്റെ ശുശ്രൂഷകൻ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം 16 വർഷം കഴിഞ്ഞ് 17ാമത്തെ വർഷമാണ്. 8-9 വർഷം UK ഉണ്ടായിരുന്നു. UK അനേക കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുവാൻ ഈ എളിയവളായി എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ആ ഡയറക്ടർ ഫാരിയ എന്ന് പറഞ്ഞ അവരുടെ കൂടെ, അവിടുത്തെ മേട്ടന്റെ കൂടെ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇരുന്ന് 650 പേരെ ഉള്ള ഈ ബയോഡേറ്റ വന്നതിൽ 150 പേരെ ഞാനാണ് സെലക്ട് ചെയ്ത്, ഞാൻ ഇന്റർവ്യൂ ബോർഡിലിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതി വെച്ചേക്കും. അങ്ങോട്ട് ചോദിക്കും. ഇരിക്കുന്നതെല്ലാം MSc-കാരികളും കോളേജ് പ്രിൻസിപ്പളും ഒക്കെയാ. അവർ വല്ല ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിച്ചാൽ തീർന്ന് കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള നോളജേ ഉള്ളു. ഞാൻ ഹൈലി പ്രാക്ടിക്കൽ വേയില് ഐ ആം വെരി സ്മാർട്ട്, ബട്ട് നോളജ് ബേസിൽ അത്ര സ്മാർട്ടാന്ന് പറയാൻ പറ്റില്ല. കാര്യം നഴ്സിംഗ് ഒക്കെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായെങ്കിലും അത് പഠിച്ച് എഴുതി അങ്ങനെയൊക്കെ അങ്ങ് ജയിച്ച് വീണ്. അല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചോദിച്ച്, ഇവരൊക്കെ നന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇവർ നേഴ്സല്ലല്ലോ, ഇവര് ബ്രിട്ടീഷ് എയർവൈസി വർക്ക് ചെയ്യുന്നവളാ, ഇവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ വേണം ചോദിക്കാം. മറ്റേവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത്ര ക്വസ്റ്റ്യൻ ചോദിക്കാൻ അത്ര അറിയത്തില്ല. ഈ മേട്ടർ എന്ന് പറഞ്ഞ ഒത്തിരി പ്രായമുള്ള ഒരു സ്ത്രീ അത്. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ച്, എൻ്റെ യേശുവേ, ഓരോരുത്തർക്ക് രാവിലെ തൊട്ട് ഇന്റർവ്യൂ. അപ്പം ഞാൻ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാന്യത തരുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നില്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. സ്തോത്രം. കർത്താവ് എന്നെ മാനിച്ചു. ദരിദ്രനെ കുപ്പയിൽ നിന്നെടുത്തുയർത്തി രാജാക്കന്മാരോടുകൂടി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അത് എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാണ്. ഞാൻ 150 പേരെ കൃപയാൽ അവിടെ കൊണ്ടുവന്നു. എങ്കിലും പണക്കാരിയൊന്നും ആയില്ല. ഇപ്പോഴും ജോലി ചെയ്താ ജീവിക്കുന്ന. കാര്യം അനീതിയുടെ ഒരൊറ്റ പൈസ ഈ കൈ വന്നിട്ടില്ല. വെറും സർവീസ് ചാർജ് വെറും 500 പൗണ്ടിനാണ് ഇവരെ കൊണ്ടുവന്നത്. വെറും 500 പൗണ്ട്. ആര് ചെയ്യും അങ്ങനെ ഇന്നത്തെ കാലത്ത്? ഓസ്ട്രേലിയയിലെ കാര്യമാണോ UK-യിലെ കാര്യമാണോ? അല്ലല്ല, യുകെയിലെ കാര്യങ്ങൾ. ഓസ്ട്രേലിയയുടെ കാര്യം വന്നിട്ടില്ല. UK-യിലെ കാര്യമാണ്. UK-യില് വെറും 500 പൗണ്ടിന് കൊണ്ടുവന്നവരാ. ഞങ്ങള് സമ്പാദിച്ചില്ല. എന്നാലും കുറ്റങ്ങളും കുറവുകളും നിന്ദിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് കണ്ടോ? എല്ലാത്തിലും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പറയുന്നവര്. അത് കാലം തെളിയിക്കും. ഇപ്പൊ കാലം എത്ര കഴിഞ്ഞ്? 10, 20, 22 കൊല്ലം കഴിഞ്ഞേ. ഇപ്പൊ അവര് ചിന്തിക്കുന്നു. ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേന് പറയുന്നുണ്ട്, ഓ, എന്റെ ഭവനത്തിൽ നോക്കി കരയുന്നവരുണ്ട്.
എന്നെ ഓർത്ത് ഞങ്ങളെ പ്രത്യേകിച്ച് ഒത്തിരി നന്ദിയുള്ള ഒത്തിരി സഹോദരിമാരുണ്ട്. ഒരു സിസ്റ്റർ ലാലി, ടോമി ബ്രദർ, അങ്ങനെയൊക്കെ അവര് ഞങ്ങളുടെ കൂടെ താമസിച്ച ഞങ്ങൾ 1 വർഷം. അവരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി നന്ദിയുള്ളവര്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അവരൊക്കെ ഒത്തിരി നന്ദിയുള്ളവരായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി എന്തുവാ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. പക്ഷെ ഒത്തിരി സമ്പന്നരൊന്നും ആയില്ല ഞങ്ങള്. വേണമെങ്കിൽ ആകായിരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കുറേച്ച് വാങ്ങിച്ചെങ്കിലും സമ്പന്നത നമുക്ക് തീർച്ചയായിട്ടും വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്റെ മക്കൾക്ക് ദൈവം വളരെ ബുദ്ധി കൊടുത്ത് 2 പേരും നല്ല മിടുക്കന്മാരെ, നല്ല സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട്, ഒരുത്തരാണെങ്കിൽ വളരെ മാസ്റ്റേഴ്സ് ഒക്കെ 2 പേരും മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാന് അന്യായമായി സമ്പാദിച്ചാൽ എന്ത് പറ്റും? ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ അത് രോഗത്തിന് കൊടുക്കാനോ രോഗമായിട്ടോ അല്ലെങ്കിൽ വേറെ വിധത്തിലൊക്കെ പോകും. അങ്ങനെ ഒരു ഭയം, എനിക്ക് ദൈവഭയം ഉണ്ടായതുകൊണ്ട് ഇന്നും അത് ദൈവവേലയിലാണെങ്കിലും അതെ, ഇന്ന് വരെ ദൈവവേലയ്ക്ക് കൊടുത്തിട്ടുള്ളതല്ലാതെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല ഞങ്ങള്, കൃപയാൽ. കാര്യം ഞങ്ങൾ ജോലി ചെയ്താ ദൈവവേല ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തീർച്ചയായിട്ടും അത് മാനിക്കും, അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് UK ഒരുപാട് കാര്യങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട്. അത് ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ദൈവം നടത്തിയ വിധങ്ങൾ. ഞാൻ ഏത് നഴ്സിംഗ് ഹോമിൽ അവിടെ ചെന്ന് ഞാൻ കൃപയാൽ മാനേജ്മെന്റ് എടുക്കാം, എനിക്ക് ദൈവം സഹായിച്ചു. ഞാൻ ഒരു നഴ്സിംഗ് ഹോമിന്റെ മേറ്ററായിട്ട്, അസിസ്റ്റന്റ് മാനേജറായിട്ടിരുന്നു. അപ്പോഴും ഞാൻ നമ്മുടെ ആൾക്കാരെല്ലാം അതിനകത്തോട്ട് കയറ്റും. എന്നുവെച്ചാൽ ആരെങ്കിലും ജോലി ഇല്ലാതിരുന്നാല് അവിടെ ഞാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്ന് അങ്ങ് നിറയ്ക്കും. അങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം. ദൈവം അവിടെയും മാനിച്ചു. എന്നാൽ അവിടെയും നിന്ദിച്ചവരുമുണ്ട്, പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ സമയങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം എന്നെ താങ്ങി. സ്തോത്രം. ദൈവം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദർശനം തന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം ഒരുപാട് അങ്ങനെ ശരിയല്ലല്ലോ, കേൾക്കുന്നവർക്ക് മുഷിച്ചിൽ വരരുത്. അത് കഴിഞ്ഞ് കൃപയാൽ ദൈവം ഓസ്ട്രേലിയയിൽ വിട്ടു. ഓസ്ട്രേലിയയിൽ വരാനാണെങ്കിലും $5 കൊടുത്തല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് റീലൊക്കേഷൻ എന്റെ ഹസ്ബൻഡിന് 4 മക്കൾക്കുള്ള ടിക്കറ്റും അതുപോലെ എന്റെ സാധനങ്ങളുടെ കംപ്ലീറ്റ് ചെലവ് $7000 ഈ ഗവൺമെന്റ് തന്നാണ് എന്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടത്. ഇവിടെ വന്നപ്പം UK വന്നപ്പോൾ ആരും ഇരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോഴ് ഒരു സൂസൻ തമ്പി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ, ഒറ്റ ഒരു മലയാളി ആകെ ഈ ദേശത്തുള്ളത്, ആ സിസ്റ്റർ വന്ന് എനിക്ക് വേണ്ടി വരികയും എന്നെ ഒന്ന് റിസീവ് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരമാണെങ്കിലും മേടിച്ച് തന്നു. എനിക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ തുറന്നു തരാനും അതിനൊക്കെ സഹായിച്ചു. ആ കുടുംബം ഒരു നല്ല ഒരു കുടുംബമാണ്. അത് കഴിഞ്ഞ് ഗവൺമെന്റിന്റെ അക്കോമഡേഷൻ 1 മാസം കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവമേ എന്ത് ചെയ്യട്ടെ, ഇനി എന്താ എന്ന് പറഞ്ഞു. കർത്താവ് എല്ലാം ശാന്തവും ഉചിതവുമായി തന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ ദേശത്ത് വന്നപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളു, എന്തുവാന്നറിയാവോ, വെല്ലുവിളി ശക്തികളുണ്ടെന്ന്. ഇവിടെ അന്ന് ശുശ്രൂഷയുടെ മണ്ഡലം അങ്ങ് തുറക്കാനായിട്ട് ദൈവം കൊണ്ടുവന്നതാ. വെല്ലുവിളി ശക്തികൾ എന്റെ മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. കാര്യം ഞാൻ താമസിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് തന്നെ ഞാൻ കാണുകയാണെ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല, ഒരു ഞെല്ലിച്ചൊരു സ്ത്രീ, വളരെ മുടിയൊക്കെ ഇങ്ങനെ വെളുത്തിട്ട് ഒരു ശക്തി ഇറങ്ങിപ്പോകുന്ന കാഴ്ച ദൈവം എന്നെ കാണിച്ചു തന്നു. അതുപോലെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഒരുമാതിരി ത്വക്ക് രോഗം പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വെളുത്തിരിക്കുന്നെങ്കിലും പുണ്ണു പോലൊക്കെ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് ദൈവാത്മാവ് പറഞ്ഞ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ഈ ശക്തി ഇതൊരു ശക്തിയാണെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കണ്ടപ്പം ഞാൻ കാണുകയാണ് ലോറി കണക്കിന് പാമ്പുകൾ, അതായത് ഈ ഓരോ പാമ്പിന്റെ ത്വക്കിലിരിക്കത്തില്ലേ, അത് പാമ്പുകൾ ചത്ത് വീഴുന്നതായിട്ട് ഞാൻ കാണുന്നു. ഒരു കർത്താവ് നമ്മളെ ഒരു ദേശത്ത് വിട്ടാൽ കർത്താവിന് അതിന് ഉദ്ദേശമുണ്ട്. ഞാൻ അതിന് മുമ്പ് നാട്ടിൽ ചെന്നപ്പം ഞാൻ ഒരു സഭയിലിരുന്നു, ഒരു IPC ഒരു സഭയിൽ. ഞങ്ങളുടെ സഭ ആക്ച്വലി ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതൊക്കെ PMG സഭയിലാണ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നവരെ PMG പോകാവുള്ളൂ, നീ IPC പോകരുത്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ സഭ PMG ആണ്. പക്ഷെ പാസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ IPCയിലല്ലേ ഓർഡിനേഷൻ കിട്ടി, അതുകൊണ്ട് ഞാൻ IPCയിലോട്ട് പോയി. അപ്പൊ ഒരു IPCയുടെ സഭയിൽ ചെന്നു. അവിടെ പാസ്റ്റർ ഒരു ബാബു തോമസ്, അദ്ദേഹത്തിന് ഉള്ള ശുശ്രൂഷയാന്ന് പറഞ്ഞാല് ഭൂതബാധകൾ മേലുള്ള അധികാരമാണ്. അപ്പൊ ഞാൻ ചെന്നിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ ഈ പാസ്റ്റർ അവിടെ ഇല്ല. ഒരു സ്ത്രീ ആണെങ്കില്
എന്നെ അങ്ങ് തുറിച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എന്നെ അടുത്ത് ചാടി അങ്ങ് നീ എന്നെ അടിക്കുന്നു. നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോൾ ഇതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ പൊള്ളണെന്ന് പറഞ്ഞ് ഇത് എന്റെ നേരെ അങ്ങ് എഴുന്നേറ്റ് നിന്ന് ഞാനും പേടിച്ചു പോയി. ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് എന്റെ മുമ്പിൽ ഒരു ഭൂതം എഴുന്നേറ്റ് നിൽക്കുന്ന കാണുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് പാസ്റ്റർ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ അങ്ങോട്ട് ശാസിക്കതിനെ. ഞാൻ പറഞ്ഞു പാസ്റ്റർ ശാസിക്കും. കാര്യം എന്റെ വിചാരം എന്തോ പാസ്റ്റർമാരാ ശാസിക്കേണ്ടത്, നമ്മൾ ശാസിക്കാവോ, അങ്ങനെയുള്ളൊരു ചിന്താഗതി. അപ്പം പാസ്റ്റർ പറഞ്ഞ് എന്റെ അടുത്തല്ലല്ലോ ഇത് ഇളകി നിൽക്കുന്നത്, സിസ്റ്ററിന്റെ അടുത്തല്ലേ, അങ്ങോട്ട് ശാസിക്ക സിസ്റ്ററെ എന്ന് പറഞ്ഞു. ശ്വാസിച്ചപ്പോ ഇത് കൂവി വിളിച്ചോണ്ട് കിടന്നാലറി പോകുന്നണ്ട. അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മളിൽ മേൽ എന്തുണ്ട്, ദൈവം ഒരു ദൈവിക അഭിഷേകം തന്നിട്ടുണ്ടെന്ന്. അന്ന് എന്റെ കണ്ണ് തുറന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, പിന്നെ ഞാൻ സെൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴീ പാമ്പുകൾ ഇങ്ങനെ അടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ചെന്നിരിക്കുന്ന ദേശത്ത് എന്ത് സംഭവിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ആ ദേശങ്ങളിൽ അങ്ങോട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ വലിയ പ്രതികൂലവുമായിരുന്നു എനിക്ക്. എന്റെ വാർഡില് പ്രതികൂലം എന്ന് വെച്ചാൽ എന്നെ ഈ ദേശത്ത് നിർത്താത്ത വിധത്തില് വളരെ കഷ്ടത. എന്റെ ഹസ്ബൻഡ് നല്ല ഒന്നാം തരം ജോലിയിലിരുന്ന പുള്ളിക്കാരന് ഇവിടെ വന്നിട്ട് ജോലി കിട്ടുന്നില്ല. അതങ്ങനെ വിഷയം. എന്റെ വാർഡിലാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ഇവിടെ ഒരു മെഡിക്കേഷൻ കാൽക്കുലേഷൻ ഉണ്ട്. ഞാനിത് പ്രതീക്ഷിക്കാതെ അതിങ്ങോട്ടെടുത്ത് കയ്യിൽ തന്നു. നമ്മൾ ഈ ഇപ്പോഴ് മെഡിക്കേഷൻ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്ത് തോറ്റ് 1 മാർക്കിന് 20 മാർക്കിൽ 19 കിട്ടിയുള്ളൂ. കീ തരത്തില്ല, മെഡിക്കേഷന്റെ കീ ഉണ്ട്, അത് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഇത് പാസ്സാവണം. ഞാനിങ്ങനെ എന്റെ കർത്താവ് എന്ത് ചെയ്യട്ടെ. അതും ആ സൂസ സിസ്റ്ററിനെ സഹായിച്ച അവരിരുത്തി പഠിപ്പിച്ച് അവരതിന്റെ ഫോർമുലയൊക്കെ പറഞ്ഞു തന്ന്. സ്തോത്രം. കാര്യം അവര് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. അപ്പോഴ് അത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ നല്ല സ്മാർട്ടായിരുന്നു. എന്തിനാണെന്നറിയാം, ഏത് വെയിനും കിട്ടാത്തത് തപ്പിയെടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് ഡോക്ടേഴ്സ് അവര് പോലും മാറി നിൽക്കും. അവര് ഇട്ട് കുത്തി വലിക്കണ പേഷ്യനെ ഇട്ട് കുത്ത് കാണുമ്പോൾ എന്റെ ഹൃദയം അങ്ങ് തകരുകയും, ദൈവമേ ഇതിനെയൊക്കെ ഇവര് പഠിക്കുവാണോ. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇനി താ, ഞാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗിവ് ടു മീ, ഐ ക്യാൻ ഡു ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിരുമ്പോ കുത്തി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ പല പ്രാവശ്യമായപ്പം അവിടെ എന്തുണ്ട്, അസൂയയുടെ കണ്ണുകൾ, തുറിച്ചു നോക്കുന്ന കണ്ണുകൾ. അപ്പം ഞാനൊരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം അവിടുത്തെ ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ പറയുവാണേ, ഡോണ്ട് ഗിവ് ദ ചാൻസ് ടു ഹെർ, ഇഫ് യു വിൽ ഗിവ് എ ചാൻസ് ഷീ വിൽ സിറ്റ് ഇൻ യുവർ ഹെഡ് എന്ന്. അതായത് എനിക്ക് ഒന്നിനും ഒരു ചാൻസ് കൊടുക്കരുത്, അവൾ നിന്റെ തലമണ്ടേ കയറിയിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്ക് അവിടെ, അതായത് നമ്മളെ ഒരു ഇഞ്ചിന് വിടത്തില്ല. കാര്യം ഇത് ഏതിലാണെങ്കിലും, അത് ആത്മീയത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇത് എല്ലായിടും ഇതുണ്ട്. എന്തോ ഉണ്ട്, താഴെ എടുത്ത് കാലിൽ പിടിച്ച് താഴോട്ടിടുക. പക്ഷേ ദൈവം നമുക്ക് അഭിഷേകത്തിന്, ചിലപ്പോ ലോകത്തിൽ ഇതൊക്കെ സംഭവിക്കുമായിരിക്കും, നമ്മളെ താഴ്ത്തിയിടാനും ഒക്കെ പറ്റും. പക്ഷെ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേനെ അത് പറ്റത്തുള്ളൂ. ശത്രുവിന് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ വചനം ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കില്ല. ആമേൻ. സ്തോത്രം. ദുഷ്ടന്റെ ചെങ്കോലെ ഒടിച്ചു കളയുന്ന ഒരു കർത്താവ് നമ്മളോടുകൂടെ ഉള്ളത്. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ ഒരു വഴിയായി പിശാച് വഴിയാ കർത്താവ് ഇങ്ങോട്ട് എഴുതി 7 വഴിയായി അവൻ ചിതറി ഓടുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ സ്തോത്രം, ദൈവം എന്നെ അങ്ങ് ഉറപ്പിച്ച്. അതുപോലെ ഞാൻ കാണുകയാണ്, എന്റെ ദൈവം എനിക്കൊരു ദർശനം തരികയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, വെല്ലുവിളി ശക്തി. ഒരു ദൂരത്തിൽ കൂടെ എന്നെ ഇങ്ങനെ നോക്കുക, ഞാൻ ആരാ, നിന്നെ ഈ ദേശത്തു നിന്ന് 3 മാസത്തിനകം ഞാൻ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണല്ലെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുക, നീ ആര് എന്ന് ചോദിച്ചപ്പോ മാറി നിൽക്കുക. പെട്ടെന്ന് ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുക, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് അതിനെ വീശി അടിക്കുക എന്ന്. സ്തോത്രം. ഞാൻ കാണുക എന്റെ കയ്യിലൊരു വടി, ചൂരൽ വടി പോലെ ഒരു വടി. അത് കഴിഞ്ഞപ്പം എന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ടുള്ള ദർശനം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിനെ അടിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ട് ഒന്നിനു പകരം അങ്ങ് നിരന്ന് നിൽക്കുന്നു. വീശി അടിക്കുക. ഞാൻ ഒരു അഭ്യാസിയെ പോലെ അടിക്കുന്ന ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് അത് പോകുന്നതും കാഴ്ച. അതിനുശേഷം എനിക്ക് മനസ്സിലായി, എൻ്റെ ഹസ്ബൻഡ് ഇതിനിടയ്ക്ക് UK പോയി, ഇവിടെ ജോലിയും കിട്ടത്തില്ല, ഇവിടെ എങ്ങും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ വീണ്ടും പോയി സെറ്റിലാവാൻ പോയപ്പം ഈ ദർശനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് പറയും ഇവിടെ എന്നെ വെല്ലുവിളിച്ചിട്ട് നിൽക്കുക, ഞാൻ 3 മാസത്തിനകം ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നു, ഞാൻ പോകത്തില്ല, ഞാൻ ഈ ദേശത്ത് കിടന്ന് മരിച്ചാൽ എൻ്റെ കർത്താവ് പറയണവരെ ഞാൻ ഇവിടെ നിൽക്കും, തിരിച്ചു വരാം, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അങ്ങോട്ട് UK. പിന്നെ എന്തോ പുള്ളിക്കാരൻ തോറ്റ്
പുള്ളിക്കാരഞ്ഞ് തിരിച്ചിഞ്ഞ് വന്ന് അപ്പോഴത്തേന് അവിടെ സഭയൊന്നുമില്ലല്ലോ. ഞങ്ങളൊരു ഇംഗ്ലീഷ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു സഭയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരു സിസ്റ്റർ ഷേർലി, ഒരു ടോമോൾ എന്ന് പറഞ്ഞ 2 സഹോദരിമാര്. ഷേർലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബന്ധക്കോസ് ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ നേഴ്സിങ്ങിന് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഷേർലിയ. വളരെ സന്തോഷം. അങ്ങനെ ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 3 പേരും, ഹസ്ബൻഡുമായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമായിട്ട് ദൈവസഭ തുടങ്ങി. സഭ വളർന്നു, കൃപയാൽ സഭ വളർന്നു, പന്തലിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും സഭകളായി. കൃപയാൽ അങ്ങനെ ദൈവം ഞങ്ങളെ ഈ ദേശത്തും മാനിച്ചു. എന്നാൽ ഈ ദേശത്തും ഒരുപാട് കഷ്ടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരു പ്രാവശ്യം എൻ്റെ കർത്താവ് എത്ര വലിയവനാണെന്ന് എന്നെ ഞാൻ രുചിച്ചറിഞ്ഞൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു പ്രാവശ്യം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് ഞാൻ കാണുകയാണ്, ഇങ്ങനെ മെഡിക്കേഷൻ ട്രേ ആരോ തട്ടി എറിയുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം. അപ്പൊ എനിക്ക് തോന്നി എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. അന്ന് ഞാൻ ഈ ന്യൂറോ ആൻഡ് വാസ്കുലർ സർജറി യൂണിറ്റാ. അപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വരുന്ന പേഷ്യന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അവർ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് വളരെ ക്ലോസ് ഒബ്സർവേഷൻ വേണമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് പമ്പായിട്ട് അവർ പെട്ടെന്ന് ഇതായി പോകും. അപ്പൊ എനിക്ക് 3 സർജറി എൻ്റെ 6 പേഷ്യന്റിനെ കിട്ടുന്നതിലും 3 എണ്ണം പോസ്റ്റ് ഓഫ് പേഷ്യന്റാ കിടക്കുന്ന. ആകെ പേഷ്യന്റ് എല്ലാം ആകെ ഇതായിട്ട് കിടക്കുക. അപ്പോൾ ഒന്നിന്റെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ കൺട്രോൾ ഡ്രഗ്സിന്റെ ഇതുണ്ട്. അപ്പൊ അത് ഒബ്സർവേഷൻ വളരെ മസ്റ്റാണ്. അപ്പം എവരി 15 മിനിറ്റ്സ് അവർക്ക് ഇവിടെ അപ്പോഴത്തേനും ഒരു പേഷ്യന്റ് കൊളാപ്സായി അതിന് കോഡടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, മറ്റത് ചെയ്യുന്നില്ല. ഇതിന് ഞാൻ അതിനിടയ്ക്ക് മറ്റേ പേഷ്യന്റിന് ബ്ലീഡിങ് ആയിട്ട് ഞാൻ എന്തോ ഇതിനെ പെട്ടെന്ന് തന്നെ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ICUയിൽ ചെന്നപ്പോഴത്തേനുണ്ട്. അവര് നോക്കിയപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ ഒബ്സർവേഷൻ ഒന്നും എടുത്തിട്ടില്ല. ഉടനെ നേഴ്സിംഗ് അവിടെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇതേ ഒബ്സർവേഷനും ഇല്ല, ഈ പേഷ്യന്റ് ഇതാരാ, നേഴ്സിന് ഭയങ്കര അതൊന്നും. കൺട്രോൾ ഡ്രഗ്സിന്റെ എറർ വന്നു. മെഡിക്കേഷൻ എന്തിനാകെ പ്രശ്നത്തിൽ ഞാൻ അന്നത്തെ ഒരു ദിവസം 3 പ്രശ്നത്തിൽ പെട്ട്. എൻ്റെ ജോലി പോകുമെന്ന് എനിക്കൊരു വന്നു. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വെല്ലുവിളിയും എന്നെ 3 മാസത്തിനും കെട്ടിക്കുന്നല്ലേ വെല്ലുവിളിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഞാനൊന്നും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് ഞാൻ പറഞ്ഞു, കർത്താവെ, പ്രാർത്ഥിക്കാനുള്ള കഴിവെനിക്കില്ല. എല്ലാം അവിടെ നിന്ന് അറിയുന്നു. കിടന്നത് മാത്രം എനിക്കറിയാം. ഞാൻ തളർന്ന് കിടക്കയിലെ എൻ്റെ കർത്താവ് എനിക്കൊരു ദർശനം തരികയാണ്. ഞാൻ കാണുന്നത് കർത്താവ് ഒരു നല്ലൊരു മനയിൽ ഇങ്ങനെ നിൽക്കുന്നു. മുഖരൂപം എനിക്ക് വ്യക്തമല്ല, പക്ഷെ കർത്താവിന്റെ കരം ഞാൻ കണ്ട്, കർത്താവിന്റെ മൂക്ക് ഞാൻ കണ്ട്. നല്ല ഭംഗിയുള്ള മൂക്ക്, നല്ല നിറം, സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ ഒരു പുരുഷൻ നിൽക്കുകയാണ്. പക്ഷെ മുഖം വ്യക്തമായിട്ട് കാണുന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ വേദനകളും വ്യാധിയും പറയുമ്പോ കർത്താവ് എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഇങ്ങനെ സാരമില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാന് കാണുന്നത് ഷേർലി താഴെ കൂടെ പോകുന്ന റോഡിൽ. ഞാൻ പറഞ്ഞു, ഷേർലി കാണുന്നു, കർത്താവെ അവള് കാണട്ടെ കർത്താവിനെ കൂടെ. അപ്പോഴത്തേന് ഞാൻ വിളിച്ചപ്പോഴത്തേന് അവളിങ്ങനെ തൊഴുന്ന കാഴ്ച കർത്താവിനെ കണ്ട് ഞാൻ കണ്ണും തുറന്നു. പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. മാനേജർ എന്നെ ഇന്ന് വിളിക്കും, എൻ്റെ കാര്യം ഗതി. എന്നാലും എനിക്കൊരു സന്തോഷം, കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ കേൾക്കുന്ന കാഴ്ച, മാനേജർ ഇനി 3 മാസത്തേന് വരുന്നില്ലെന്ന്. എനിക്ക് വലിയ സന്തോഷം. എന്താന്ന് പറയുക, ഇമെയിൽ ഇവർ തുറക്കത്തില്ല. ഇമെയിൽ തുറന്നാലല്ലേ എന്റെ പ്രശ്നം വരത്തുള്ളൂ. വേറൊരുത്തിക്ക് ഇമെയിൽ തുറക്കാനും പറ്റത്തില്ല. മാഞ്ഞങ്ങ് പോയി. അവർക്ക് എന്തോ പറ്റിയെന്നറിയാ, അവര് ഓടിച്ചെന്ന് ഈ കാഫിറ്റേരിയെന്ന് വന്നിട്ട് ലിഫ്റ്റിലോട്ട് കയറിയതാ. അങ്ങോട്ട് ഇങ്ങനെ കയറി ലിഫ്റ്റ് അങ്ങ് അടഞ്ഞ് ഇവിടത്തെ എല്ലാം പൊട്ടിപ്പോയി. മാനേജര് അവര് 3 മാസം കഴിഞ്ഞ് അവർക്ക് ഇത് പ്ലാസ്റ്റർ എന്തൊക്കെ ഇട്ട്. എനിവേ ഇപ്പൊ അവർക്കൊരു ഇത് വന്നത് കൊണ്ട് പറയുമല്ല, അവരും പക്ഷെ ഭയങ്കര ഇതായിരുന്നു. എന്നെ ഒരേ കണക്ക് 11 ദിവസമൊക്കെ ഡ്യൂട്ടിക്കിടും. ഒരേ കണക്ക് എന്നുവെച്ചാല് നമ്മളെ അങ്ങ് അതായത് അവരിൽ കൂടെ പിശാച് അവരിൽ അതുണ്ടെന്ന് എന്നെ ദൈവാത്മാവ് കാണിച്ചത്. ഞാൻ ശാസിച്ചൊക്കെ പ്രാർത്ഥിച്ചാലും അത് പോവത്തില്ലായിരുന്നു. ആ പോവത്തില്ലെന്ന് വെച്ചാൽ എനിക്കത് ദൈവം തന്നിരിക്കുന്നതാ. നമ്മൾ ഈ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ സമർപ്പിച്ച് ഞാൻ വിചാരിക്കും, കർത്താവെ, ഇതെന്താ ആർക്കുമില്ലാത്ത കഷ്ടത എനിക്ക് മാത്രം ഇങ്ങനെ.
ഇതെന്താ ഇങ്ങനെ കർത്താവേ എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു പോകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനേക സമയങ്ങൾ. അതുപോലെ ഒരു പ്രാവശ്യം ഈ സ്പോണ്ടോലൈസിസ് വന്നിട്ട് ബൾജിങ് എനിക്ക് വന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സർജറി ചെയ്യണമെന്ന്. ഞാൻ വിശ്വാസത്താല് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഒരു ഡോക്ടർ, എനിക്ക് ഓർമ്മയില്ല, കിംസിലെ ഒരു ഡോക്ടർ, എനിക്ക് തോന്നുന്നു ശിവശങ്കർ അങ്ങനെ ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ് ഇത് സർജറി ഒന്നും ചെയ്യണ്ട, അവിടെ എടുത്ത് CT, ഇതിന് വലിയ ഇതൊന്നും ഒരു ഫിസിയോ ചെയ്താൽ മതി, ഇതെന്തോ അത്ഭുതമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞ് അതെങ്ങനെ അവിടെ സർജറി ചെയ്യണമെന്നല്ലാണല്ലോ ഓസ്ട്രേലിയ പറഞ്ഞത്. അപ്പൊ അയാൾ പറയുവാണ് എനിക്കറിയത്തില്ല ഇതെന്തോ അതിലും നോർമലായിരിക്കുന്നത്, എന്തെങ്കിലും ഫിസിയോ ചെയ്തോന്ന്. ഞാൻ പറഞ്ഞു ഫിസിയോ ഒന്നും ചെയ്തില്ല, ഞാൻ കൈയടിച്ച് ആരാധിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതൊരു ഫിസിയോ ആയിട്ട് കിട്ടിക്കാണുന്നു. അതായത് ഒരു ഹിന്ദു മനുഷ്യൻ പറയാണ് കൈയടിച്ച് ആരാധിച്ചപ്പം അത് ഫിസിയോ ആയിട്ട് എനിക്ക് രൂപാന്തരപ്പെട്ടെന്ന്. ദൈവത്തിന് മഹത്വം, സ്തോത്രം. എന്ന കർത്താവ് അത് സൗഖ്യമാക്കി എൻ്റെ കർത്താവ്. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ 29 ദിവസം ബ്ലീഡിങ് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണു. പിന്നെ ഒരു പ്രാവശ്യമാണെങ്കിൽ 29 ഡേയ്സ് കണ്ടിന്യൂസ്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി ഹിസ്റ്ററക്ടമി ചെയ്തേ പറ്റത്തുള്ളൂ, ഗർഭാശയം എടുത്തു കളയണമെന്ന്. ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവെ അവിടുന്ന് തന്നിരിക്കുന്നതാണ് എൻ്റെ യൂട്രസ്, ഇത് പോകാന് എനിക്കത് പറ്റത്തില്ല കർത്താവെ. ഞാൻ ഇതുപോലെ ഒരു ഫെബ്രുവരി മാസം എന്നെ പോസ്റ്റ് ചെയ്ത് ഞാൻ ജനുവരി മാസം ഒരു 7 ദിവസം ഉപവസിച്ചു. അപ്പോഴത്തേന് പെട്ടെന്ന് ഈ ബ്ലീഡിങ്ങിൽ നിന്നും ഞാൻ വീണ്ടും ചെന്ന് അവരുടെ അടുത്ത് ചോദിച്ച് അവർ പറഞ്ഞ് എല്ലാം നോർമലായി, കുഴപ്പമില്ല, ഇനി സർജറി വേണ്ടെന്ന്. സ്തോത്രം. ദൈവം നമ്മുടെ യേശു രോഗസൗഖ്യദായകനാണ്. രോഗിയായിട്ട് ഇന്ന് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, വിശ്വസിക്കുക, എന്നാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുന്നത്. സ്തോത്രം. നമ്മൾ വചനം വായിച്ചിട്ട് അങ്ങനെ അങ്ങ് മാറിപ്പോകരുത്, വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ച എൻ്റെ കർത്താവിന്, എൻ്റെ ദൈവം എന്റെ രോഗത്തെ സൗഖ്യമാക്കുമെന്ന് എൻ്റെ കർത്താവ് സൗഖ്യമാക്കി തന്നു. സ്തോത്രം. അനേക കഷ്ടങ്ങളിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴല്ല, ഞാൻ പണ്ടൊക്കെ ഒരു പാരസെറ്റമോൾ പോലും എടുക്കത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ് അത്രയും നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എടുക്കണ്ട. പക്ഷെ മോളെ ഇതൊക്കെ അമ്മ മരുന്നെടുക്കാറുണ്ട്. ഇപ്പൊ 88 വയസ്സ് 88 എത്രയോ ഉണ്ട്. എനിവേ ഞാൻ അമ്മ എടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ അത്ര വിശ്വാസമാണെന്നുണ്ടെങ്കിൽ നീ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുക്കുക, ഇങ്ങനെയുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പം അതിലും കർത്താവ് സ്തോത്രം എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ കർത്താവ് ഇപ്പോഴും ഒരു കൊച്ചു കാര്യത്തിന് പോലും, നമ്മുടെ ഒരു കുഞ്ഞു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഒന്ന് മയങ്ങിയപ്പോ വീട്ടിൽ ആരുമില്ല, ഹസ്ബൻഡില്ല, മക്കളാരുമില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ വെറുതെ ഇരുന്നതാ, 10 മിനിറ്റ് ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞ്. പെട്ടെന്ന് കാര്യം 2:30 3 മണിക്ക് ഡ്യൂട്ടിക്ക് പോണ്ടതാ. മൃദുലമായിട്ട് എൻ്റെ ചെവിയില് ഹലോ, പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി ഉണർത്തുന്ന കർത്താവ്. അതുപോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറയണം. ചിലവരെ പേര് പറഞ്ഞു തരും പ്രാർത്ഥിക്കാൻ. മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിയുമ്പോൾ അവരെ വിളിച്ചു വയ്ക്കുമ്പോൾ കാര്യമൊന്നുമില്ല, പക്ഷെ പിന്നെ കാര്യങ്ങൾ ഒരുപാട് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കണ്ടിട്ടുണ്ട്. അനേകരുടെ അടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മധ്യസ്ഥ അണയ്ക്കുവാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. എപ്പോഴുമില്ല, എന്നാലും അതുപോലെ ആകാശമണ്ഡലങ്ങളിൽ വരുന്ന വ്യതിയാനം എന്നെ കർത്താവ് കാണിച്ചു തരാറുണ്ട്. ദൈവം അങ്ങനെ ഓരോ ദിവസവും വളരെ ജയോത്സവമായി നടത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ ഭാരമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ അതിലൊക്കെ ഏറെ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവവുമുണ്ട്. സ്തോത്രം. എത്രത്തോളം മാനിച്ചു ദൈവം, ഒരുപാട് മാനിച്ചു. ഇന്ന് പ്രശംസിപ്പാനൊന്നുമില്ല. ഇവിടെ വന്ന് കർത്താവ് ഒരുപാട് അനുഗ്രഹിച്ചു. എൻ്റെ കർത്താവിന്റെ ദാസനാണെങ്കിലും വളരെ നല്ല ജോലി കൊടുത്തു. എൻ്റെ മക്കള് നല്ലപോലെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവഭക്തിയുള്ള, അനുസരണയും ദൈവഭക്തിയുള്ള അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നു. അതുപോലെയാണ് എൻ്റെ മരുമോളും. നല്ല പ്രാർത്ഥിക്കുന്ന, നല്ല അനുസരണയുള്ള കുടുംബത്തിൽ നിന്ന്, നല്ല മാതാപിതാക്കൾ ജനിച്ച് വളർത്തപ്പെട്ട നല്ലൊരു ദൈവ പൈതലിനെ ദൈവം ഞങ്ങൾക്കായി കരുതി അങ്ങനെ കർത്താവാക്കിയിരിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യം.
സ്തോത്രം. എന്നാൽ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ എന്റെ കർത്താവ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ന്യൂറോ ആൻഡ് വാസ്കുലർ സർജറി യൂണിറ്റിൽ ന്യൂറോ വാർഡില് ഒരു 34 വയസ്സുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ല തേജസ് ഉള്ള ഒരു പയ്യന് കിടക്കുന്നു. അപ്പം മക്കള്, ഭാര്യയും 3 മക്കളും 4 ഇരിക്കുന്നു, ഒരു വശം തളർന്നു കിടക്കുന്നു. എന്റെ ഹൃദയം തകർന്നു. ഞാൻ ദൈവത്തോട്, ഞാനായിരുന്നു ഈവനിങ് ഷിഫ്റ്റ് നേഴ്സ്, ഞാൻ ദൈവത്തോട് അന്ന് രാത്രി പ്രാർത്ഥിച്ച്, കർത്താവെ നാളെ ഞാൻ ചെല്ലുമ്പോൾ കർത്താവെ ആ വ്യക്തി എഴുന്നേക്കണം, ഞാനത് കണ്ണാൽ കാണണം കർത്താവെ എന്ന്. സ്തോത്രം. എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ എഴുന്നേറ്റ് നിന്ന് ഭാര്യയുടെ തോളിൽ കൈവച്ച് നടക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടു. സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രതിഫലം കർത്താവ്, ഹാലേലിയ, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ മേൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ അനേകർക്ക്, അതായത് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 8 വർഷമൊക്കെ കഴിഞ്ഞവര്, ഹാലേലുയ, ദൈവം അത്ഭുതകരമായി മക്കളെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല. സ്തോത്രം. കർത്താവിന്റെ ദാനം, നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സ്തോത്രം. അതുപോലെ മെന്റൽ ഹെൽത്തില് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാന് ഒരു പ്രാവശ്യം 7 മണിക്ക് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഒരു സ്ത്രീയെ നിലത്തില് കിടക്കുക, ഒന്നുമില്ല, അവർക്ക് ഇങ്ങനെ കിടക്കുക, നേക്കഡ് ആയിട്ട്, നല്ല സുന്ദരിയായ സ്ത്രീ. അവർക്ക് അറിയത്തില്ല, ഫസ്റ്റ് ടൈം ഷീസ് ഇൻ്റെ. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അവര് പറയുന്നത് അവർക്ക് അറിയത്തില്ലെന്നാ പറയുന്നത്. പക്ഷേ അവര് പറയുക, when you came in this room, I saw a light is coming in this room. See, മനുഷ്യന്റെ വായിൽ നിന്ന് ദൈവം, ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ പ്രതിനിധികളാണ്. നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഭൂതങ്ങൾ മാത്രമല്ല, മനുഷ്യരും അത് കാണും. നമ്മളിലുള്ള വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹാലേലൂയ, സ്തോത്രം. പട്ടണത്തില്, അതായത് നിങ്ങൾ മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിൽമേൽ അത്ര വെക്കുന്നത്. നമ്മൾ കർത്താവിന്റെ വെളിച്ചമായി, വചനമായി, കർത്താവിന്റെ സുവിശേഷമായി, കർത്താവിന്റെ ഒരു വാക്ക്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. സ്തോത്രം. ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് 7 മണിക്ക് ഞാൻ ചെന്നു. ഒന്നും മിണ്ടിയില്ല. ആ കാലും കയ്യും എല്ലാം ഇങ്ങനെ പിടിച്ചോണ്ട് ഒരേ കിടക്കുക, അനങ്ങുന്നുമില്ല. തുണിയും നല്ല തടുപ്പ് ഇടാതെ കിടക്കുന്ന ആ സ്ത്രീ എടുത്ത് എനിക്ക് പാവം തോന്നി. എന്ത് കഷ്ടമാന്നുള്ള. ദൈവമേ, ഞാൻ അവിടെ ഇരുന്ന് 1/2 മണിക്കൂർ ഒന്നുമില്ല, അന്യഭാഷയിൽ വെറുതെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. 7 കഴിഞ്ഞ് 7:30 ഞാൻ ജസ്റ്റ് പറഞ്ഞ്, ഞാൻ പേര് പറയുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, ഡു യു വാണ്ട് ടു കം വിത്ത് മീ ഓർ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പറയുവാണ്. ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി. ഞാൻ അവളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ജീസസ് ഈസ് ലവിങ് യു, ജീസസ് ലവ്സ് യു എന്ന് പറയും. പെട്ടെന്ന് അവളെ ഇങ്ങനെ ഇരുന്ന കണ്ണ് ടപ്പെന്ന് താഴോട്ട് വീണു. അതെന്റെ ജീവിതത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് കണ്ണ് നോക്കിയിട്ട് പറഞ്ഞു, നോ, ഹീസ് നോട്ട് ലവിങ് മീ, ദെൻ വൈ ഐ ആം ഹിയർ. എന്നെ എന്താ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത്? എന്നെ യേശു സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. അവരും ഒരു ബിലീവർ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ല, യേശു സ്നേഹിക്കുന്നോണ്ടാ ഹീ സെൻഡ് മീ ഹിയർ ടു ലുക്ക് ആഫ്റ്റർ യു. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നോണ്ടാ എന്നെ നിന്റെ അടുത്ത് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കാല് പയ്യെ അനക്കി, എഴുന്നേറ്റ് കുളിച്ചു, പല്ല് തേച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്. നമ്മളൊന്നും ഒരുപാട് അവരുടെ അടുത്ത് ഒത്തിരി ഒന്നും വെക്കണ്ട. നമ്മൾ മൃദുലമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഒറ്റ വാക്കിനാലല്ലേ സൗഖ്യമാക്കുന്നത്. നമ്മള് അഭിഷിക്തര്, നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഒറ്റ വാക്കിനാൽ രോഗികളെ സൗഖ്യമാക്കും. ഞാൻ കൗൺസിലിംഗും കൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേകരെ കൗൺസിലിംഗിൽ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇത് സമയമില്ല, കേൾക്കുന്നവർക്ക് മുഷിച്ചിലാവും. അതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേര് ഡ്രഗ്സ്, ആൽക്കഹോള് ഒക്കെ ആയിട്ട് മക്കള് അപ്പനെ അമ്മയെ അനുസരിക്കാതെ വന്ന് നിൽക്കുന്നതിനെയൊക്കെ എത്രയോ പേർക്ക് അവര് ജീവിതം മാറുന്നത്
എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇതൊന്നും നമ്മുടെ മിടുക്കൊന്നുമല്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായിരുന്നാൽ കർത്താവിന്റെ സ്നേഹം നമ്മളെ പിന്തുടരും, അതിന് പ്രതിഫലം തരും. പിന്നെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുവാണെങ്കിൽ, ഞാൻ UK വെച്ച് കണ്ട്, ഞാൻ ബൈബിളുമായിട്ട് വലിയ ജനലക്ഷങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാഴ്ച. അന്നൊന്നും വലിയ ഇതൊന്നുമില്ല. എന്തുവാ വെച്ച് വിളമ്പണമെന്നൊക്കെ ഉള്ളതല്ലാതെ വലിയ വചനോ അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ പാടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എഴുതത്തില്ല അപ്പോഴൊന്നും. അത് കഷ്ടങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാട്ട് ദൈവം ടീച്ചൂളയുടെ അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ സഭാ ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ് എഴുതുക എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തു എഴുതണ്ടേ. കർത്താവ് അന്യഭാഷയെ ഞാൻ പാടാൻ തുടങ്ങി. പാടിയപ്പോൾ അതിന്റെ അർത്ഥം തന്നു. അങ്ങനെ ഞാൻ 38 പാട്ടുകൾ എഴുതുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുപോലെ UK-ലായിരുന്നപ്പോഴേ ഇത് കണ്ടില്ലേ, ഈ ദർശനം 15 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പം എന്നെ പാസ്റ്റർ തോമസ് ജോർജ്, ഇപ്പോഴ IPC ഓസ്ട്രേലിയ റീജിയന്റെ പ്രസിഡന്റ് നേരത്തെ ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം പാസ്റ്റർ ഉണ്ണുണ്ണിയ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സൂസൻ സിസ്റ്ററെ നിങ്ങള് ലേഡീസ് മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. പെട്ടെന്ന് എനിക്ക് ഈ ദർശനം എൻ്റെ കണ്ണിൽ വന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ അതിന് സമ്മതിച്ചു. എനിക്കറിയാമായിരുന്നു ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന്. അങ്ങനെ എടുത്ത് 6 വർഷക്കാലം IPC ഓസ്ട്രേലിയ റീജിയന്റെ ലേഡീസ് മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ആയിരിക്കുവാനും 3 പ്രാവശ്യം കൃപയാൽ കുമ്പനാട് കൺവെൻഷന് ദൈവത്തിന്റെ വചനവും സാക്ഷിയായിരിക്കാനും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിച്ചു. നമുക്ക് തോന്നും ആരെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. ആരും റെക്കമെൻഡ് ചെയ്യണ്ട. അഭിഷേകമുള്ളവനെ ദൈവം തക്ക സമയത്ത് എഴുന്നേൽപ്പിക്കും. നമ്മൾ താണിരുന്നു കൊടുത്താൽ മാത്രം മതി. പിശാചിന് കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് കുറച്ച് സമയം നമ്മളെ മാറ്റി ഇങ്ങനെയൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ തക്ക സമയമാകുമ്പോൾ ദൈവം എന്തോ ചെയ്യും? നമ്മളെ എടുത്തു നിർത്തും. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി. കർത്താവിന്റെ സാക്ഷിയായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ഹല്ലേലൂയ മൂലയിൽ ഒരിടത്ത് ഇരിക്കുമെന്നാന്നോ? അല്ല, നമ്മളിത് കർത്താവിന്റെ സാക്ഷിയായി എഴുന്നേൽക്കും. അത് ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ, മരിച്ചാൽ ഹല്ലേലൂയ ക്രിസ്തുവിനും, ഹല്ലേലൂയ ഈ ജീവിച്ചാൽ ക്രിസ്തുവിനും, മരിച്ചാൽ ലാഭവും. സ്തോത്രം. എന്റെ കർത്താവിനായിട്ട് ജീവിക്കണം. എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതിനി ആരെങ്കിലും, ഞാൻ ഈ ഒരു പാട്ട് എഴുതി, സ്തോത്രം, എന്തുവാന്നറിയാ? സകല ജാതികളിലും ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും കോടാനുകോടി വിശുദ്ധർ നിലയങ്കി ധരിച്ച് ദൈവത്തിന്റെ രക്ഷയെ ഞാൻ ആർത്തുഘോഷിക്കും. ഹല്ലേലൂയ. സകല ജാതികളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും ഹല്ലേലൂയ അവിടെ ചെല്ലുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ കയറി വരിക എന്നുള്ള ആ ശബ്ദത്തിന് മുമ്പിൽ നമ്മളെല്ലാം നിൽക്കണം. അവിടെ ചോദിക്കത്തില്ല നീ ഏത് ജാതിയിൽ നിന്ന് വന്നെന്ന്, നീ ഏത് വംശത്തിൽ നിന്ന് വന്നെന്ന്, നീ ഏത് ഗോത്രത്തിൽ വന്നെന്ന്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെ എന്താണ് വിതച്ചതെന്നുള്ളത് അവിടെ തെളിഞ്ഞു കിട്ടും. സ്തോത്രം. ആ ന്യായാസനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മളെല്ലാം നിൽക്കേണ്ടുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ആരെ തുച്ഛീകരിക്കുവാൻ പറ്റത്തില്ല. സ്തോത്രം. നമുക്ക് അറിയത്തില്ല അവര് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന്. ഇന്ന് ഒരു വാക്ക് പറയണമെങ്കിൽ കർത്താവിനോട് ഞാൻ പറയും, കർത്താവെ, ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കുവാൻ കർത്താവെ എന്നെ അനുവദിക്കരുതേ. എന്റെ കർത്താവെ, നിത്യതയാണ് ദൈവത്തിന്റെ കൃപാവരം എന്ന് പറയുന്നത്. നിത്യതയാണ്. സ്തോത്രം. ഈ കൃപാവര ശുശ്രൂഷകളിൽ നമ്മൾക്ക് ദൈവം തന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കുണ്ട്. സ്തോത്രം. എന്നാൽ ഏറ്റവും വലിയ കൃപാവരമോ റോമർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. ദൈവത്തിന്റെ കൃപാവരം നിത്യജീവൻ തന്നെ. നമ്മളെല്ലാം നിത്യജീവൻ പ്രാപിച്ച് ഏത് സമയം കർത്താവിന്റെ അടുത്ത് പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന ജീവിതം കർത്താവിന്റെ പാദപീഠത്തിൽ, അടുത്തൊരു പാട്ട് കർത്താവ് തന്നതാണ്. ഓരോ ദിവസവും നിന്റെ കൃപ മതിയേ, ഓരോ നിമിഷവും നിന്റെ ദയ മതിയേ, ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കൃപ തരുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ കരുതിയ ദൈവത്തിന് സ്തോത്രം, എന്നെ പുലർത്തിയ ദൈവത്തിന് സ്തോത്രം, എന്നെ മാനിച്ച ദൈവത്തിന് സ്തോത്രം, എന്നെ സ്നേഹിച്ച
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സകല മാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു അവസരം തന്ന റേച്ചൽ ആന്റിക്കും ഈ ജോയ്സ് ടിവിയുടെ എല്ലാവർക്കും ഹല്ലേലൂയ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിനായി ഒരുങ്ങുക. കർത്താവ് സ്നേഹസ്വരൂപനാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം എല്ലാം ഞാന് പറഞ്ഞല്ലോ. എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ നിങ്ങൾ വരാമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. താങ്ക് യു. ദേവദാസി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരുണ്യവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ കൃപാരവാരവരവൗഷവനാജരാജരന്തരാതിരക്ഷസി അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു കർത്താവേ, ദൈവകരങ്ങളിൽ കർത്താവെ മിനിസ്ട്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഇത് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ, അനേകര് കർത്താവിന്റെ രക്ഷകരിൽ സ്വീകരിച്ച് കർത്താവിനെ അറിയുവാൻ, അനേകർക്ക് കർത്താവ് ആശ്വാസമായി തീരുവാൻ, കർത്താവേ ഇതിൽ കൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ രോഗികൾ സൗഖ്യമാകുവാൻ, കർത്താവെ അതിശയകരമായി കർത്താവെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ അത്ഭുതം ചെയ്യണമേ. കർത്താവിന്റെ ദാസനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരുന്ന സകല പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ ഏത് ദുഃഖത്തിൽ കൂടെ, ഒരു പ്രയാസത്തിൽ കൂടെ, ഏത് വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു, കർത്താവെ അവരെ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ കരവിനെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറച്ചാട്ടെ. നിത്യതയ്ക്കായി ഒരുക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം സമയം ഞങ്ങളോടത്ത് ചിലവഴിച്ചതിന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്നു.